ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം. നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുന്നതിൻ്റെ പേരാണ് പ്രഘോഷണം എന്ന് പറയുന്നത്. അതാണ് പ്രഘോഷണം. മറ്റേത് പുറപ്പെടലും, രണ്ടാമത്തേത് പ്രഘോഷണമാണ്. സന്ദർഭം അനുസരിച്ച് സംസാരിക്കണം. അധരത്തിൽ നിന്ന് പുറപ്പെടുകയല്ല. രണ്ടാമത് പറയുന്നു, നല്ല വാക്കുകളെ പറ്റി പറഞ്ഞപ്പോൾ സ്ലീഹ ഉപയോഗിച്ചത് പുറപ്പെട്ടു എന്ന വേടല്ല, സംസാരിച്ചു എന്നുള്ള വേട. അത്രയേ ഇതിന് ഫങ്ഷനുള്ളൂ, അതിനപ്പുറത്തേക്കില്ല. ഒരധരം തന്നെ പല മൾട്ടി ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് നമ്മുടെ അധരം. ഒരു അവയവം മൾട്ടി ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് നമ്മുടെ അധരം എന്ന് പറയുന്നത്. അതിലൊരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഭക്ഷണം കഴിക്കാനും, കുറ്റം വിധിക്കാനും, പ്രാർത്ഥിക്കാനും, ശ്വാസം എടുക്കാൻ, എല്ലാത്തിനും നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ തന്നെ എല്ലാ ടേസ്റ്റും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതിലൂടെ തന്നെ പലതും സ്വീകരിക്കുകയും പലതും വിസർജിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മൾട്ടി ഫങ്ഷണൽ സിസ്റ്റമാണ് നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ ഓറൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതിലാണ് കർത്താവ് ഏറ്റവും ആദ്യത്തെ അഭിഷേകമാകുന്ന നടപടി പുസ്തകം 2-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വചനത്തിൻ്റെ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ തലം ആദ്യം തരുന്നത് ഈ മൾട്ടി ഫങ്ഷണൽ ഓർഗണിലേക്കാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ പാപത്തിൻ്റെയും നടുവിലാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ വെച്ച് തന്നത്. ഹല്ലേലൂയ. പെന്തക്കോസ്തായ്ക്ക് പരിശുദ്ധാത്മാവ് കൊടുത്തത് അഗ്നിനാവുകളായിട്ടാണ്. അതായത് നിൻ്റെ ഭക്ഷണത്തോടുള്ള ആർത്തി, മറ്റൊരാളെ വിധിച്ചു പറയാനുള്ള ആർത്തി, മറ്റൊരാളെ കുറ്റം പറയാനുള്ള ആർത്തി, മറ്റൊരാൾക്ക് എന്താ പറയുക യേശുവിനെതിരെ കാറി തുപ്പിയതുപോലെ അത് ഫിസിക്കലി ആണെങ്കിൽ പോലും സ്പിരിച്വലി ചെയ്യാനായിട്ടുള്ള, അങ്ങനെ എത്ര പാപങ്ങളുടെ ഒരു കൂടാരമാണ്, ഒരു ഗുഹയാണ് നമ്മുടെ അധരം. ആ പാപത്തിന് നടുക്കാണ് അഗ്നിനാവിനെ, പരിശുദ്ധാത്മാവിനെ ദൈവം സ്ഥാപിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഈശോ നമുക്ക് എപ്പോഴും നല്ലൊരു ടാസ്ക് തന്നിട്ടുണ്ട്. അത് അതിജീവിക്കുന്നവൻ സ്വർഗത്തിൽ കയറിയാൽ മതി. കർത്താവിൻ്റെ ഹിതം അതാ. എല്ലാം ഈസിയാക്കുന്നവൻ ഒന്നും നേടില്ല. എല്ലാം ഈസിയാക്കുന്നവനെ സംബന്ധിച്ച് ഒന്നും നേടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലേ, മക്കൾക്ക് എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ച് നേടിക്കൊടുക്കുന്ന മാതാപിതാക്കളും മക്കളുടെ ശത്രുവാണ്, മിത്രമല്ല. ഈ മാതാപിതാക്കൾ മരിച്ചു കഴിയുമ്പോൾ ഈ മക്കൾക്ക് തനിയെ നിലനിൽക്കാൻ പറ്റാതെ അവരുടെ ജീവിതം പരാജയപ്പെട്ടു പോകും. മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച മാതാപിതാക്കൾ അവരുടെ മിത്രമാണ്. പ്രാർത്ഥിച്ച് നേടിക്കൊടുക്കുന്ന മാതാപിതാക്കൾ മക്കളുടെ ശത്രുവാണ്. എല്ലാ കാര്യങ്ങളും ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കുന്ന മാതാപിതാക്കൾ മക്കളുടെ ശത്രുക്കളാണ്. നിങ്ങളാണ് മക്കളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. ആ മക്കളെ നശിപ്പിക്കാൻ പുറമേ നിന്നൊരു ശത്രുവിൻ്റെ ആവശ്യമില്ല. നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ ശത്രു. കാരണം എന്താണെന്നറിയോ? നിങ്ങളെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് തീരുമ്പോൾ അടുത്തത് തീരുമ്പോൾ അടുത്തത്, ഇങ്ങനെ പ്രൊവൈഡ് ചെയ്ത് ലഭിച്ച മക്കൾക്ക് എന്താണെന്നറിയോ? ജീവിതത്തെ നേരിടാൻ പഠിപ്പിച്ചില്ല മാതാപിതാക്കൾ. എല്ലാം മുന്നേ കൊണ്ടുപോയി വെച്ചു കൊടുക്കും. നീ ഇത് ചെയ്താൽ, ഇത് ചെയ്യണമെങ്കിൽ നീ ഇത്ര കൊന്ത ചെല്ലിയാൽ നിനക്കിത് തരാം. ഇങ്ങനെ ശീലിപ്പിക്കണം മക്കളെ. ഇത്രം പ്രാർത്ഥിച്ചാൽ, കുർബാന സ്വീകരിച്ചാലേ നിനക്ക് ഭക്ഷണം തരുള്ളൂ. ഇങ്ങനെ ശീലിപ്പിച്ചാൽ ആ മക്കൾക്ക് തന്നിൽ തന്നെ ഒരു ചിന്ത രൂപപ്പെടും. എല്ലാം പ്രാർത്ഥിച്ചു നേടണമെന്നൊരു ചിന്ത ആ മക്കളിൽ രൂപപ്പെടും. അതിന് മാതാപിതാക്കൾ സമ്മതിക്കില്ല. ഒന്ന് തീരുമ്പോൾ അടുത്തത് അവർക്ക് കൊടുക്കും. അവരെ കെട്ടിച്ചു വിട്ടാലും അവർക്ക് മക്കളുണ്ടാവാൻ ഇതിരുന്ന് പ്രാർത്ഥിക്കും. ഇത് കുഴിയിലേക്ക് കാലം നീട്ടി 2-ാം മണി അടിച്ചിരിക്കുക. എന്നാലും സ്വന്തം ആത്മസ്ഥിതി നോക്കാതെ മക്കൾക്ക് വേണ്ടി അവനെ കെട്ടിച്ചു വിട്ടു. പിന്നെ അടുത്തത് സമാധാനത്തോടെയുള്ള ജീവിതമാണ്. അവനോടൊത്ത് സ്വസ്ഥതയിലാണോ കർത്താവേ? സ്വസ്ഥത കൊടുക്കണേ, നന്മ നിറഞ്ഞ മറിയമേ. അതിനുശേഷം സ്വസ്ഥത കിട്ടിക്കഴിയുമ്പോൾ കുഞ്ഞില്ലല്ലോ. കുഞ്ഞില്ല. അപ്പോൾ പിന്നെ അടുത്തത് കുഞ്ഞിലേക്കാണ്. അപ്പോഴേക്കും 3-ാം മണി അടിച്ചു, നേരെ പെട്ടിയിലേക്ക് എടുത്തു. പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കി, ഈ അമ്മയുടെ ആത്മസ്ഥിതി എന്താണ്? ഈ അമ്മയുടെ ആത്മസ്ഥിതി മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ മക്കൾ അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയുമില്ല. എല്ലാം അമ്മ നേടിക്കൊടുത്തത് മക്കൾക്കറിയാം. അപ്പോൾ സ്വർഗവും അമ്മ തനിയെ പണിയെടുത്ത് നേടിക്കൊള്ളുമെന്ന് മക്കൾ വിചാരിക്കും. പെട്ടിയിൽ കിടന്നും അമ്മയുടെ പ്രാർത്ഥന കുഴിച്ചിട്ടാലും
അമ്മയുടെ പ്രാർത്ഥന ഇത് തന്നെയാണ്. ചില കുഴിയിൽ കണ്ടിട്ടില്ലേ, മരങ്ങൾ മുളച്ച് നിൽക്കുന്നുണ്ടാവും. പ്രാർത്ഥനയാണ് കുഴിയിൽ കിടന്നും. അത് മറ്റൊരു രൂപത്തിലും പുറത്തു വരാൻ പറ്റാതാകുമ്പോൾ ചില കുഴിമാടത്തിൽ ചില വൃക്ഷങ്ങൾ ആല് പോലെ മുളച്ച് നിൽക്കുന്നത് കാണാം. എന്നോട് ചോദിച്ചതാ, ബ്രദറെ, എല്ലാ കുഴിയിലും ഇങ്ങനെയില്ല, ചില കുഴികളിൽ മാത്രമാണ് ഈ ആല് മുളച്ച് നിൽക്കണേ, എന്താ കാര്യം, നല്ല വഴിയുണ്ടോ എന്ന് വെച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ മാത്രം പഠിച്ചവരാ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അത് അതിനകത്ത് കിടന്ന് ചെയ്യുന്നതിൻ്റെ ബാക്കിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഗുണവും ഇല്ല പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥനയെ നിങ്ങൾ മോഷ്ടിക്കുന്നവരാണ്. ദൈവം ആത്മാവിന് അനുവദിച്ച വിഹിതത്തെ മോഷ്ടിക്കുന്ന ഒരേ ഒരു വർഗമേ ഉള്ളൂ, ക്രിസ്ത്യാനികൾ. കാരണം അവരെ സംബന്ധിച്ചേ ഉള്ളൂ ആത്മാവും ജീവനും, മറ്റാരെയും സംബന്ധിച്ച് അതില്ല. നമ്മളെല്ലാം ഒരു എന്താ പറയുക, എല്ലാം പ്രൊവൈഡ് ചെയ്ത് ഇത് തീരുമ്പോൾ ഇതായിരിക്കണം, ഇത് തീരുമ്പോൾ ഇതായിരിക്കണം. മാതാപിതാക്കൾ ജോലിക്ക് പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ഉച്ചക്കത്തെ ഭക്ഷണം, വൈകിട്ടത്തെ സ്നാക്സ്, രാത്രി ഞാൻ വരാൻ ലേറ്റായാലുള്ള ഭക്ഷണം വരെ ടേബിളിന് പുറത്ത് മക്കളെ സംബന്ധിച്ചുകൊണ്ട് ഇതെല്ലാം അവർക്കവിടെ റെഡിയാണ്. വന്ന് വെട്ടി വിഴുങ്ങി മാറിക്കിടന്ന് ഉറങ്ങിയാൽ മതി. ഈ മക്കളെ, ഈ മാതാപിതാക്കളെ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതാണ് പ്രാർത്ഥനയുടെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ കെട്ടുപോകാനുള്ള കാരണമതാ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇത്രയും പ്രാർത്ഥിക്കുന്ന ഞാൻ പരിശുദ്ധാത്മാവ് ഇല്ലെന്നോ? ഇല്ല, ഒട്ടുമില്ല. കാരണം എന്താ? നീ പ്രാർത്ഥിച്ചതൊന്നും നിൻ്റെ ആത്മസ്ഥിതിക്ക് വേണ്ടിയിട്ടല്ല, മക്കൾക്ക് ഉരുട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നിന്നിൽ അതിൻ്റെ ഒരംശം പോലും പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ ഇന്ന് വട്ടപൂജ്യത്തിൽ നിൽക്കുക, കണ്ണുനീരേ ഉള്ളൂ. ഈ മക്കൾ പ്രായമെത്തുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് തിരിച്ചു കൊടുക്കുന്നത് കണ്ണുനീര് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ശ്ലീഹ പറയുന്നത്, മോഷ്ടിക്കുന്നവൻ മോഷണം നിർത്തി അധ്വാനിക്കാൻ മക്കളെ പഠിപ്പിക്കുക. മക്കളോ മാതാപിതാക്കളിൽ നിന്ന് മോഷ്ടിച്ച് പ്രാർത്ഥനയെ കൊണ്ട് ജീവിക്കുന്ന മക്കൾ. മാതാപിതാക്കളിൽ നിന്ന് സ്വത്ത് മാത്രമല്ല നമ്മുടെ മക്കൾ മോഷ്ടിക്കുന്നത്, പ്രാർത്ഥനയെ മോഷ്ടിച്ചുകൊണ്ട് പോവുക. സ്വയം അധ്വാനിക്കാൻ അവർ ശീലിച്ചിട്ടില്ല ഇതുവരെ. സ്വയം അധ്വാനിക്കാൻ ശീലിച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയോ? അവരെ അധ്വാനിക്കാൻ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടില്ല. പ്രാർത്ഥന എന്ന് പറയുന്ന അധ്വാനം മക്കൾക്ക് മാതാപിതാക്കൾ പഠിപ്പിക്കാത്തത് കൊണ്ട് അവർ കട്ട് തിന്നുക. മാതാപിതാക്കളുടെ വിഹിതത്തെ, പ്രാർത്ഥന എന്ന് പറയുന്ന വിഹിതത്തെ കട്ട് തിന്നുന്ന മക്കളാണെന്ന്. മാതാപിതാക്കളോ മോഷ്ടിക്കാൻ വേണ്ടി അവരുടെ ഈ ഒരു ബാങ്ക് തുറന്നിട്ട് കൊടുത്തിരിക്കുക, എന്തു വേണമെങ്കിലും എടുത്തുകൊണ്ട് പൊയ്ക്കോ എന്നുള്ള രീതിയിലാണ് മാതാപിതാക്കളുടെ ആറ്റിറ്റ്യൂഡ്. പ്രിയപ്പെട്ടവരെ, മാറണം. ധ്യാനമല്ല ഇത്, മറിച്ച് ഈശോയ്ക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ട് നിങ്ങളിലൊരു മാറ്റം വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അതല്ലാതെ ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് പോകാൻ ഇവിടുത്തെ മാവിൽ കിടക്കുന്ന മാങ്ങയൊന്നുമല്ല പരിശുദ്ധാത്മാവ്. നിങ്ങൾക്ക് ആ ഒരു യോഗ്യതയിലേക്ക് എത്തിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള യോഗ്യതയിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ സ്വന്തം ആത്മസ്ഥിതിയെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുക, ആ ഒരു ഭയം നിങ്ങൾക്കുണ്ടാവണം. അത്തരത്തിലൊരു ഭയം ഇവിടെ ഒരാളിൽ പോലും ഈശോ കാണിക്കുന്നില്ല. നിങ്ങൾ മറ്റ് പല കാര്യങ്ങളിൽ വ്യാപൃതരാണ്. മാർത്താ സ്പിരിറ്റാണ്, മറിയത്തിൻ്റെ സ്പിരിറ്റല്ല. രണ്ടും ആവശ്യമാണ്. എങ്കിൽ പോലും മാർത്തയുടെ അഭിഷേകത്തിൻ്റെ ഒരു തലമാണ് ഇവിടെ ഈശോ കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സുകൾ ഈ രീതിയിൽ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ആത്മസ്ഥിതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ, നാളെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ വഴിമാറ്റി ചെലവഴിച്ചുവോ അത് തന്നെ നിങ്ങൾക്ക് പാരയായിട്ട് മാറും. അത് തന്നെ നിങ്ങൾക്ക് ശകുനമായിട്ട്, നിങ്ങൾക്ക് അത് എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ട് ചെന്ന് അത് എത്തിക്കും പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഈശോയ്ക്ക് കൊടുക്കാനുള്ള വിഹിതം പ്രാർത്ഥനയാണ്. അത് ഉള്ളിൽ വസിക്കുന്ന ആത്മാവാകുന്ന ക്രിസ്തുവിന് നിങ്ങൾ കൊടുക്കുക, ഈശോയ്ക്ക് കൊടുക്കുക. പുറമേ അല്ല ഈശോ. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന് എൻ്റെ വിഹിതം എന്ന് പറയുന്നത് എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ ആത്മാവിനുള്ളതാണ്. വഴി മാറ്റി ചെലവഴിക്കരുത്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് അധ്വാനിച്ച് നേടാനുള്ളതാണ്. അധ്വാനിച്ചാലേ കിട്ടുള്ളൂ. ഈസി ആക്സസ് ഒന്നുമില്ല. കഷ്ടപ്പെട്ട് പഠിച്ചാൽ നല്ല മാർക്സ് സ്കോർ ചെയ്യാം. കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാം. കഷ്ടപ്പെട്ട് ജോലിയെടുത്താൽ കടബാധ്യത വീട്ടാം. അത് നിങ്ങളുടെ ജീവിതം, അത് കായേന് കൊടുത്തിരിക്കുന്ന അഭിഷേകമാണ്. നീ അധ്വാനിച്ച് നിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് തിന്നണം. അത് മാറ്റം വന്നിട്ടില്ല. ഈശോ വന്നപ്പോൾ അത് മാറ്റി പറഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ സ്ലീഹന്മാരും അവരും അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. അവരും പറയുന്നുണ്ട്, ഞങ്ങളും
മറ്റുള്ളവരെ ഞങ്ങൾ ആശ്രയിച്ചിട്ടില്ല എന്ന് പൗലോസ് ശ്ലീഹ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ കൊളോസസിലൊക്കെ ശ്ലീഹ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. ഇത് തന്നെയാണ് ഈശോ പറയുന്നത്. കൃപ ഒരു വഴിയിൽ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ കൃപയെ തടസ്സപ്പെടുത്താൻ കൃപയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ആരാധനകൾ ശരീരത്തിന് വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷയുടെ ദിനത്തിന് വേണ്ടി 30-ാമത്തെ വാക്യം ബൈബിളുള്ളവർ നോക്കണേ. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടിയിട്ടാണ്? രക്ഷയുടെ ദിനത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ. അതിനെ നിങ്ങൾ വേദനിപ്പിക്കുന്ന എന്തിനാ? ഈ പരിശുദ്ധാത്മാവിനെ അല്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങളുടെ ഈ കാര്യത്തിൽ ഇടപെടുവോ, നിങ്ങളുടെ ആ കാര്യത്തിൽ ഇടപെടുവോ? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പരിശുദ്ധാത്മാവേ, എനിക്ക് പല്ലുവേദന എടുക്കുന്നു പരിശുദ്ധാത്മാവേ, എനിക്ക് ഭയങ്കര നായനാറ്റമാണ് പരിശുദ്ധാത്മാവേ, എനിക്ക് നടുവേദനയാണ് പരിശുദ്ധാത്മാവേ, എനിക്ക് OET 8 തവണ എഴുതിയിട്ടും കിട്ടിയില്ല പരിശുദ്ധാത്മാവേ. ഇതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ പണിയല്ല പ്രിയപ്പെട്ടവരെ. രക്ഷയുടെ ദിനത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ മുദ്ര കുത്തിയവനാണ് ആത്മാവ്. രക്ഷയുടെ ദിനം, നമുക്കതിനെക്കുറിച്ച് വല്ല ബോധ്യവും ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. രക്ഷ, കർത്താവ് തന്ന നിത്യരക്ഷയുടെ ദിനം, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് ഈശോ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകും പ്രിയപ്പെട്ടവരെ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുത്തു? ഒന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ കയ്യിൽ ഈശോയ്ക്ക് കൊടുക്കാനൊന്നുമില്ല. ഈശോയോട് ചോദിക്കാനാണ് നമ്മൾ നിൽക്കുന്നത്. ഈശോയ്ക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഈശോയ്ക്ക് കൊടുത്താലേ ഈശോയിൽ നിന്ന് കിട്ടുള്ളൂ. രക്തസ്രാവക്കാരി വിശ്വാസം കൊടുത്തു, ഈശോ പോലും അറിയാതെ സൗഖ്യം കൊടുത്തു. ഇതുപോലെ ഈശോയ്ക്ക് എന്ത് കൊടുക്കാൻ പറ്റും? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഈശോ പറയുന്നില്ല നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്. സ്ലീഹന്മാരോട് ചോദിച്ചു, അവരുടെ കയ്യിലൊന്നുമില്ല. ഒരു യോഗ്യതയില്ലാത്തൊരു ചെക്കൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. ഈശോയോട് കൂടെ നടന്ന സ്ലീഹന്മാരുടെ കയ്യിൽ ഒന്നുമില്ല. അതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ക്രിസ്ത്യാനികളുടെ കയ്യിൽ ഒന്നുമില്ല. കംപ്ലീറ്റ് വിജാതിയർ കൊണ്ടുപോകുന്നുണ്ട് കർത്താവിൻ്റെ കൃപകൾ. കംപ്ലീറ്റ് വിജാതിയർ കൊണ്ടുപോകാം. ഇവിടുന്ന് ഈ നാട് വിട്ട് നിങ്ങളൊന്ന് മാറി നോക്ക് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ അറിയുന്നില്ല, നമ്മൾ ഈശോയോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഈശോയെ ചോദിക്കാൻ പഠിപ്പിക്കുന്ന വിജാതിയർ എത്ര പേരെ എനിക്കറിയാമെന്നറിയോ. പ്രാർത്ഥിക്കുന്ന രീതി കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്, നാണക്കേട് ഓർത്തിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന രീതി കണ്ടിട്ട് നമ്മൾക്ക് കിട്ടിയ ദൈവിക ചൈതന്യത്തെ ഇങ്ങനെ ഉപയോഗിക്കാമല്ലേ എന്ന് ചിന്തിച്ചത് വിജാതിയരുടെ പ്രാർത്ഥന കണ്ടപ്പോഴാണ്, അവർ ഈശോയെ ഉപയോഗിക്കുന്ന കണ്ടപ്പോഴാണ്, ഈശോയോട് അവർ കാണിക്കുന്ന നന്ദി കണ്ടപ്പോഴാണ്, ദൈവമേ നിനക്ക് ഇങ്ങനൊരു മുഖം ഇവർ പരിചയപ്പെടുത്തിയത് കാണാൻ പറ്റുന്നത് അവരില്ല പ്രിയപ്പെട്ടവരെ. എത്ര വിജാതിയർ, മലയാളികളല്ല, പക്ഷെ അവിടെയെല്ലാം ദൈവത്തിൻ്റെ പരിപാലന വ്യക്തമായിട്ട് ഈശോ കാണിച്ചു തന്നിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങളിൽ, അവരായിരിക്കുന്ന ദേശങ്ങളിലെല്ലാം. പ്രിയപ്പെട്ടവർ, ഇന്ത്യയിൽ ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല, എല്ലായിടത്തും പോകുന്നതാണ്. കാശ്മീർ മുതൽ ഇങ്ങോട്ട് എല്ലായിടത്തും പോകുന്നതാണ്. വീണ്ടും ഇപ്പോൾ കുറേ ചുരുക്കിയതാണ്. ഇവിടുത്തെ ശുശ്രൂഷകൾ കൂടിയപ്പോൾ കുറേ ചുരുക്കിയതാണ്. അല്ലെങ്കിൽ സ്ഥിരം ഓട്ടമാണ്. ഇന്ത്യക്ക് വെളിയിലെല്ലാം ഓട്ടം തന്നെയാണ്, സ്ഥിരം ഓട്ടമാണ്. ഇവിടെ ഒത്തിരി പേരെ കണ്ടിരിക്കുന്നതിൽ നല്ല പ്രാർത്ഥന ചെയ്യുന്നതെല്ലാം വിജാതിയർ തന്നെയാണ്. നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കുന്നതല്ല എന്നല്ല, നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കുന്നത്, കത്തോലിക്കർ പ്രാർത്ഥിക്കുന്നതെല്ലാം നിയോഗത്തിന് വേണ്ടിയിട്ടാണ്. സാത്താൻ ഇന്ന് സഭയിൽ ഈ ഒരു പ്രാർത്ഥനയെ പോഷിപ്പിക്കുന്നുണ്ട്. നിയോഗങ്ങൾ വെച്ചുള്ള പ്രാർത്ഥനയെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് സഭയിൽ. വ്യക്തിത്വങ്ങൾ, സഭയല്ല. കാരണം എന്താണെന്നറിയോ? ആത്മാവിന് കിട്ടേണ്ട വിഹിതം നിയോഗങ്ങൾ കൊണ്ടുപോകാൻ, ആത്മരക്ഷയെ തടസ്സപ്പെടുത്താൻ. യഥാർത്ഥത്തിൽ ആത്മരക്ഷ സാധ്യമായാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് നിയോഗങ്ങൾ. അത് ബോധ്യം തരില്ല. അപ്പോൾ ഇത് മരണശേഷം ഈ ആത്മസ്ഥിതി എന്തായി? ഈ വ്യക്തി നിയോഗങ്ങളെല്ലാം പ്രാർത്ഥിച്ച് നേടി സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ട് മരണശേഷം ഈ വ്യക്തിയുടെ ആത്മസ്ഥിതി എന്താ പ്രിയപ്പെട്ടവരെ? ഇത് ശുദ്ധീകരണ സ്ഥലം എത്തുമോ? എന്തുറപ്പുണ്ട്? ഏറ്റവും കുറഞ്ഞ പക്ഷം ശുദ്ധീകരണ സ്ഥലം എത്തണം. നരകത്തിലേക്ക് പോകാനുള്ള പാപം നമ്മളിലില്ല. കാരണം നമ്മളിൽ പ്രാർത്ഥനയുള്ളത് കൊണ്ട് നരകത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ ആത്മാവ് നിത്യജീവന് പ്രവേശിക്കുമോ? ഒരുറപ്പുമില്ല. എന്തുറപ്പുണ്ട് നിങ്ങൾക്ക്? നിങ്ങൾ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. നിങ്ങൾ അസുഖം മാറാനേ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. മക്കൾക്ക് വേണ്ടിയിട്ടേ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളൂ.
നിങ്ങൾ ഒരു ബലി അർപ്പിക്കുമ്പോൾ സമർപ്പിച്ച നിയോഗങ്ങളിൽ ആത്മീയ നിയോഗങ്ങളില്ല, മുഴുവൻ ഭൗതികതയാണ്. ഇപ്പോഴും നിങ്ങൾ വന്നിരിക്കുന്നതും ഇപ്പോൾ പറയും എന്ന് വിചാരിച്ചിരിക്കുന്നതും ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളാണ്. അവിടെയൊന്നും നിങ്ങളുടെ ആത്മസ്ഥിതി ഒന്നുമില്ല. പ്രിയമുള്ളവരെ, ആയുസിൻ്റെ ദൈർഘ്യം 90-ാം സങ്കീർത്തനം പറയുന്നുണ്ട്, ഏറിയാൽ 70 അല്ലെങ്കിൽ 80, അതിനപ്പുറത്തേക്കില്ല. ഈ 80 അല്ലെങ്കിൽ ഇൻറ്റു 360 എടുത്തോ, അത്രയും ദിവസങ്ങളേ ഉള്ളൂ. ഒരു 30,000 ദിവസം കണക്ക് കൂട്ടിയാൽ, മൊത്തം എടുത്താൽ അത്രയും ദിവസമേ ഉള്ളൂ. നമ്മൾ എത്ര ആരോഗ്യത്തോടുകൂടി ഇപ്പം ഇങ്ങനെ ഇരുന്നാലും നമ്മൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഡെത്ത് ഡേറ്റ് ഉണ്ട്. നമ്മളുടെ ബർത്ത്ഡേ പോലെ തന്നെ ഒരു 60-ൽ തീരും, 80-ൽ തീരും എന്ന് പറഞ്ഞിട്ടുണ്ടോ? എത്ര 79 വരെ നല്ല ആരോഗ്യമായിരിക്കും, എന്നാലും 80-ൽ തീരും എന്ന് ദൈവം തലയിൽ കുറിച്ച് വെച്ചിട്ടുണ്ടോ? 80-ൽ തീരും, ഒരു ഡൗട്ടുമില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ ആരോഗ്യം കണ്ടിട്ട് നിങ്ങൾ ഇനി ഓടുമെന്ന്? ഇല്ല. നിങ്ങളുടെ മരിക്കേണ്ട ഡേറ്റ് ദൈവം എഴുതി വെച്ചിരിക്കുന്ന ആ ഡേറ്റിൽ തീരും. ഇതിനുള്ളിൽ നിങ്ങൾ സ്വന്തമാക്കേണ്ടത് എന്താ? മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടായി. അതിനുശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ബോധേഡല്ലെങ്കിൽ നിങ്ങളുടെ ആത്മസ്ഥിതിയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. മരണശേഷം ഈ ആത്മാവ് തിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുന്നത് വരെയുള്ള ട്രാവൽ ഡിസ്റ്റൻസ് ഒന്ന് കണക്കൂട്ട്. ഇവിടെ നിങ്ങൾ 80 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പറയുന്നില്ല ഞാൻ, അത്രയും മടങ്ങ് നിങ്ങൾ എവിടെ കിടക്കേണ്ടി വരും? എന്ത് നേടിയിട്ടുണ്ട് നിങ്ങൾ? നമ്മൾ അതിനിടയിൽ പ്രാർത്ഥന വഴിമാറ്റി ചെലവഴിച്ചത് പോട്ടെ, ബാക്കി നമ്മൾ ചെയ്ത പാപങ്ങളോ? പല സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഈ ഡെലിവറൻസ് മിനിസ്റ്റർ ചെയ്തപ്പോൾ ഉള്ള പല സാക്ഷ്യങ്ങൾ, പക്ഷേ എനിക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ല, ഞാനിപ്പോൾ പറഞ്ഞേനെ, അത്രയുണ്ട് എനിക്ക് പറയാൻ. ആത്മാക്കളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് കാണിച്ചത് എനിക്ക് ഒത്തിരിയുണ്ട്, കുറച്ചൊന്നുമല്ല. ആയിരക്കണക്കിന് പറയാൻ വേണമെങ്കിൽ, ഇത്രയും ഒരു 10-12 വർഷം കൊണ്ട് പറയാനുള്ളത് കുറച്ചൊന്നുമല്ല, ആയിരക്കണക്കിനുണ്ട്. അത്രയും പറയാനുണ്ട്. പലരും കൂട്ടത്തിലുള്ള പലരും കണ്ടതോ. പ്രിയപ്പെട്ട ദൈവജനമേ, അതിൽ ഈ ആത്മാക്കളുടെ തലം എന്താണെന്നുള്ളത് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ ധ്യാനങ്ങളിൽ നിന്ന് നിയോഗങ്ങൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റി. ഒരു പബ്ലിസിറ്റിയും ധ്യാനത്തിന് കൊടുക്കാതായി. സമ്പത്തിന് പുറകെ, പബ്ലിസിറ്റിക്ക് പുറകെ അല്ല, പരിശുദ്ധാത്മാവ് നിത്യജീവനം എൻ്റെ ലക്ഷ്യം. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ആഗ്രഹിച്ചോ, നിങ്ങളുടെ ആത്മരക്ഷയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ, പാപത്തെ നിങ്ങൾ ഉപേക്ഷിച്ചോ, നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെട്ടോ? നിങ്ങളിപ്പോൾ ഈ കാണുന്ന ലോകത്തിൻ്റെ സ്ഥിതി ഒരു 2027-28 കൂടെ മാറും. ഈ 2024-25 ഓടിക്കൊണ്ട് നിൽക്കണം കണ്ടിട്ട് നിങ്ങൾ സന്തോഷിക്കേണ്ട, ഒരു തീരുമാനം എടുക്കേണ്ട. കുറേ നാളത്തേക്കുള്ളതൊന്നും തീരുമാനിച്ച് വെക്കണ്ട. 2027-28 വരട്ടെ, കാണാം. ഇത് റെക്കോർഡാ, കേട്ടോ? നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ? എപ്പോഴെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതെടുത്ത് നോക്കിയാൽ മതി. അന്ന് ബ്രദർ പറഞ്ഞിട്ട് എന്തായി എന്ന് പരിഹസിച്ചോ? ഈ 2027-28 ആകുമ്പോഴേക്കും അവസ്ഥകളിൽ നല്ല മാറ്റം വരും. പരിശുദ്ധാത്മാവ് കാണിക്കുന്ന കാര്യങ്ങൾ ഒട്ടും സുഖമുള്ള കാര്യങ്ങളല്ല. പണ്ട് വെള്ളപ്പൊക്കത്തെക്കുറിച്ച് ഇതേ മെസ്സേജ് കിട്ടി പലരോടും പറഞ്ഞപ്പോഴും കേട്ടില്ല. കൊറോണയെ പറ്റി കിട്ടി ഇതേ മെസ്സേജ് പറഞ്ഞപ്പോഴും കേട്ടില്ല. അന്നും ഇതെല്ലാം പറഞ്ഞു, കേട്ടില്ല. കാരണം പബ്ലിസിറ്റി ഇല്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ നാവല്ലാത്തത് കൊണ്ട് സ്വീകരിക്കാൻ ആളുണ്ടായില്ല. പക്ഷേ വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് അവൻ പ്രമുഖനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, കേട്ടോ, എഴുതി വെച്ചോ. ഒത്തിരി സ്വരുക്കൂട്ടി നേടിയെടുത്ത് കളക്ട് ചെയ്ത് ധ്യാനകേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ടുപോകാൻ നിൽക്കല്ലേ. ആത്മസ്ഥിതിയെക്കുറിച്ച് ചിന്തിച്ചോ. വീണ്ടും പറയാണ്, ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്ക്. തിരിച്ചു പോകാൻ ആവശ്യമായിട്ടുള്ള ഫ്യുവല് അതിനുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്ക്. അതിനെതിരായി വരുന്ന സകല പാപങ്ങൾ ഉപേക്ഷിച്ചോ. വ്യഭിചാരത്തിൻ്റെ പാപത്തിൻ്റെ മേഖലകൾ, പിന്നെ എന്താ പറയുക, 1-ാം പ്രമാണ ലംഘനങ്ങൾ, ഈ 2 മേഖലകൾ നിന്നിലുണ്ടെങ്കിൽ കെട്ടുപോകും നിൻ്റെ ആത്മസ്ഥിതി. ബാക്കിയുള്ളതെല്ലാം നീ വിട്. 1, 2, 3 കൽപ്പനകൾ അത് ഫസ്റ്റ് കമാൻഡ്മെൻറ്റ് തന്നെയാണ്. 1-ാമത്തെ കൽപ്പനയും 2-ാമത്തേത് 3-ാമത്തേത്, ഈ 3 കൽപ്പനയും ഫസ്റ്റ് കമാൻഡ്മെൻറ്റ് തന്നെയാണ്. ബാക്കിയുള്ള 4 മുതൽ 10 വരെയുള്ള കൽപ്പനകളെ ലോകത്തിൽ മനുഷ്യനെതിരായിട്ടുള്ളൂ. ആദ്യത്തെ 3 കൽപ്പനകൾ ഡയറക്റ്റ് സ്വർഗത്തിനെതിരായിട്ടുള്ള കൽപ്പനകളാണ്. അതുകൊണ്ട് തന്നെ അത് ആ ക്രമാനുഗതം അത് ആദ്യത്തെ 3-ൽ ദൈവം പെടുത്തി. 4 മുതൽ 10 വരെയുള്ള കൽപ്പനകളിൽ ഏറ്റവും മാരകമാണ്
ആറാമത്തെ കൽപ്പന. 1 മുതൽ 3 വരെയുള്ളതും 6ാമത്തെ കൽപ്പനയുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലംഘിക്കപ്പെടുന്ന പാപം. ഇത് ലംഘിക്കുന്നത് ഒത്തിരി പ്രായമെത്തിയ മക്കളൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. 3rd സ്റ്റാൻഡേർഡ് മുതൽ ഇങ്ങോട്ടുള്ള കുട്ടികൾ. ഇന്നലെയല്ല മിനിഞ്ഞാന്ന് എറണാകുളത്ത് ശുശ്രൂഷ നടക്കുമ്പോൾ 2 ദിവസം ധ്യാനം മിനിഞ്ഞാന്ന് തീർന്നുള്ളൂ എറണാകുളത്ത്. ആ ധ്യാനത്തിൽ ഒരു മകളെയും കൊണ്ടൊരമ്മ വന്നപ്പോൾ ഇവള് പഠിക്കുന്നില്ല ബ്രദറെ, ഇവൾ ഈ ഒരു സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്, ഈ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എത്ര തന്നെ നോക്കിയിട്ടും പഠിക്കാൻ പറ്റുന്നില്ല, ക്ലാസ്സിൽ നിന്ന് ഇവളെ പുറത്താക്കി എന്നുള്ള രീതിയിൽ അമ്മ മോളെയും കൊണ്ട് വന്നിരിക്കുക. 10th കഴിഞ്ഞിട്ടില്ല, ഏത് സ്റ്റാൻഡേർഡാണെന്ന് ഞാൻ പറയുന്നില്ല. ആ കുട്ടിയെ കൊണ്ട് വന്നിരിക്കുക. ഞാനിവിടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മയോടും അപ്പനോടും പറഞ്ഞു പോയിരിക്കുക, ഞങ്ങളോട് സംസാരിക്കട്ടെ, വെറുതെ നിന്നുള്ള കൗൺസിലിങ്ങാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എടി നീ എത്ര പേരോടൊത്ത് പാപം ചെയ്തു? 7 പേര്. 7 പേരിൽ 4 പേരോടൊത്ത് ഓൺലൈനിലും ബാക്കി 3 പേരോടൊത്ത് ഫിസിക്കലിയും പാപം ചെയ്തിട്ട് ഈ കുട്ടി ഇരിക്കുക. അമ്മയും അറിഞ്ഞിട്ടില്ല, അപ്പനും അറിഞ്ഞിട്ടില്ല. ഇതിൽ 2 തവണ കൺസീവ് ആകാതിരിക്കാനുള്ള പിൽസ് അവൾ എടുത്തിട്ടുമുണ്ട്. ഇവൾക്ക് ഈ അറിവ് എവിടെ നിന്ന് കൊടുത്തു? ആര് പഠിപ്പിച്ചു ഇവൾക്ക് ഈ അറിവ്? എവിടെ നിന്ന് കിട്ടി? ഇവള് പറയുകയാണ് ഏതോ ഒരു ചാറ്റിൻ്റെ പേര് പറഞ്ഞിട്ട്, എന്തോ ഒരു ചാറ്റ് എനിക്ക് ഓർക്കുന്നില്ല, അതിലൂടെ പരിചയപ്പെട്ട് അതിലൂടെ റൂം ബുക്ക് ചെയ്ത് അതിലൂടെ പോയി സ്കൂളിലേക്കെന്ന് പറഞ്ഞ് പോയത് മറ്റിടത്തേക്കാണ്. മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല. വൈകിട്ടത്തേക്കുള്ളിൽ വീട്ടിലെത്തിച്ചിട്ടുണ്ട് മക്കളെ. ആത്മസ്ഥിതി എവിടെ കിടക്കണേ? ഈ തള്ളയും തന്തയും പ്രാർത്ഥിച്ചത് മുഴുവൻ എവിടെ പോയി? അതുകൊണ്ട് ഈ പാപങ്ങൾ മുഴുവൻ ലംഘിക്കുന്നത് അങ്ങ് അപ്പുറത്തുള്ള വലിയ ആൾക്കാരൊന്നുമല്ല, നമ്മുടെ മക്കളൊക്കെ തന്നെയാണ്, നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി അഹങ്കരിക്കാനുള്ള തലമൊന്നും നമുക്കാർക്കും ഇല്ല പ്രിയപ്പെട്ടവരെ. നമ്മളെല്ലാം മഹാപാപികളുടെ ഗണത്തിൽ തന്നെയാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. നമ്മുടെ ആത്മസ്ഥിതി എടുത്ത് നമ്മൾ തന്നെ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ പാപത്തിൻ്റെ കാഠിന്യത്തെ തിരിച്ചറിയാൻ. നിങ്ങൾക്ക് തന്നെ നിങ്ങളിലേക്കൊന്ന് നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ അവസ്ഥ എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈശോ നമ്മളോട് പറയുന്ന ഒറ്റൊരു കാര്യമാണ്. ഈ കാലഘട്ടം, ഈ ജനറേഷൻ എടുത്താൽ 1, 2, 3 കൽപ്പനകൾ, അതായത് എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന രീതി തെറ്റാണ്. ക്രിസ്ത്യാനിക്ക് മതസൗഹാർദ്ദമില്ല, വ്യക്തി സൗഹാർദ്ദമാണ് ക്രിസ്ത്യാനിക്ക്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് വ്യക്തികളെ സ്നേഹിക്കണം, മതങ്ങളെ നിന്ദിക്കാനല്ല. അത് അവരുടെ വിശ്വാസം, അവർ ഫോളോ ചെയ്തോട്ടെ, നമ്മളതിൽ പാടില്ല. ക്രിസ്ത്യാനിക്ക് വ്യക്തി സൗഹാർദ്ദമാണ് പാടുള്ളതുള്ളൂ. വ്യക്തികളെ സ്നേഹിക്കുക. എല്ലാം ഒരു തരം കോംപ്രമൈസിങ് സ്പിരിറ്റാണ് ഈ കാലഘട്ടത്തിൽ. കോംപ്രമൈസിങ് സ്പിരിറ്റ് ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുക. ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ, അയ്യോ നല്ല സമൃദ്ധിയുടെ സുവിശേഷം എന്തിഷ്ടമെന്നറിയോ പ്രഘോഷിക്കുന്നത്? ദൈവസ്നേഹം മാത്രം കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഗ്യാങ്, രോഗസൗഖ്യം മാത്രം ലക്ഷ്യം വെച്ച് വരുന്നത്, വിടുതൽ ശുശ്രൂഷകൾ ലക്ഷ്യം വെച്ച്, ഇങ്ങനെ പ്രാർത്ഥനകളിലും ഒരു ലാഭേച്ഛ കാണുന്ന തലം. ഇതിൽ നിന്ന് മാറിയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അല്ല കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ഈശോ പറയുന്നു, ഇനിയും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഇനിയൊരവസരം തമ്പുരാൻ തരുമെന്ന് വിചാരിച്ചിരിക്കേണ്ട. ചെയ്യുന്ന പാപത്തെക്കുറിച്ചൊരു ബോധ്യം ഒരുപക്ഷെ നിങ്ങൾക്കില്ലെങ്കിൽ അതാദ്യം ഉണ്ടാക്കണം. ചെയ്യുന്ന പാപത്തെക്കുറിച്ച് പാപമാണെന്നറിഞ്ഞിട്ട് നാളെ നിൻ്റെ മകൾ, നിൻ്റെ മകൻ, നിൻ്റെ മക്കള് ഈ പാപം നിൻ്റെ മുമ്പിൽ വെച്ച് ചെയ്യുന്നുള്ള ബോധ്യമുണ്ടായാൽ ഈ പാപത്തിൽ നിന്ന് പിന്മാറാൻ നിനക്കൊന്ന് പറ്റും. തെറ്റാണ്. തെറ്റ് തന്നെയാണ്. അപ്പോൾ ഈ തെറ്റിനെ തിരുത്താൻ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും കിട്ടിയ ബോധ്യം വെച്ചുകൊണ്ട് വീണ്ടും നമ്മൾ പാപത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം എന്താ? ആ പാപം തന്നൊരു സുഖമുണ്ട്. ബുദ്ധിയെ കെട്ടിക്കളയും, ബന്ധങ്ങളെ കെട്ടിക്കളയും, കൗതാശികതയെ കെട്ടിക്കളയും. പള്ളിയില്ല, പട്ടക്കാരനുമില്ല, ജീവിതവുമില്ല, ഒന്നുമില്ല. എല്ലാം ഇതിനു വേണ്ടി എന്ന് പറയുന്ന രീതിയിൽ ജീവിതത്തെ കെട്ടിയിട്ട് കളയും. പിന്നെ ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകും. ഈ 2 ദിവസം മുമ്പ് വന്ന ഈ കുട്ടിയെപ്പറ്റി പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവർ. അതുപോലെയാണ് അവൾ പറയും, എന്താ തെറ്റ്? ഞാൻ ചെയ്തതിൽ എന്താ തെറ്റ്? ഇവിടെ വന്നിട്ട് ചോദിക്കുന്നതാ, ഞാൻ ചെയ്തതിൽ എന്താ തെറ്റ് പറ ബ്രദർ പറ. എൻ്റെ പാരൻസിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല. ഞാൻ പാരൻസിനെ മാറ്റിയിട്ട് അവളോട് തനിച്ച് സംസാരിച്ചപ്പോൾ അവൾ പറയാം, പാരൻസിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല. കാരണം തെറ്റായിട്ട് അവൾക്ക് തോന്നുന്നില്ല. പിശാച് ആ രീതിയിൽ അവൾക്ക് അന്ധത കൊടുത്തിരിക്കുക. അവളുടെ മനസ്സിലും അവളുടെ കണ്ണുകളിലെല്ലാം അന്ധത കൊടുത്തിരിക്കുക. തെറ്റായിട്ട് തോന്നും. എങ്ങനെ തെറ്റായിട്ട് തോന്നാനാ? ശരിയല്ലേ? എന്താ അവൾ ചെയ്തത്? ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. ചിന്ത പോകുന്ന വഴി കണ്ടോ പ്രിയപ്പെട്ടവരെ? അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്,
ആത്മരക്ഷയെക്കുറിച്ച് ചിന്തിക്കുക. എൻ്റെ ആത്മാവ് രക്ഷപ്പെട്ടാൽ, എൻ്റെ ആത്മാക്ക് വിശുദ്ധമാക്കപ്പെട്ടാൽ, എൻ്റെ ആത്മരക്ഷ ഉറപ്പായാൽ എന്നോട് ബന്ധപ്പെട്ട എല്ലാവരിലും അതിൻ്റെ ഒരു തരംഗം വരും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുടുംബനാഥനോ കുടുംബനാഥയോ പാപത്തിൽപ്പെട്ടാൽ ആ കുടുംബം മൊത്തം പോക്കാം. മക്കൾ വഴിവഴിച്ചു, ഒരു ഡൗട്ടുമില്ല. പിന്നീട് ആ മക്കളെ തിരുത്തിയിട്ട്, മക്കളെ ശാസിച്ചിട്ട് നേരെ ആക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മളെ വഴിതെറ്റിപ്പിക്കുന്ന, നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന സ്പിരിറ്റ്, അരൂപിയുടെ പ്രവർത്തനമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈവിൾ സ്പിരിറ്റ്, ഈവിൾ രണ്ടാം. ഈവിൾ വേറെയാണ്, സ്പിരിറ്റ് വേറെയാണ്. സ്പിരിറ്റ് പ്രലോഭനം, ടെംപ്റ്റേഷൻ തരുന്നതാണ് സ്പിരിറ്റ്. ഈവിൾ ആ ടെംപ്റ്റഡ് ആയ വ്യക്തിയെ കൊണ്ട് പാപം ചെയ്യിച്ചാലാണ് ഈവിൾ അറ്റാക്ക് അല്ലെങ്കിൽ പോസസ്ഡ് ആയിട്ടുള്ള അവസ്ഥയുള്ളൂ. അതിന് മുന്നേ ഈവിൾ സ്പിരിറ്റാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ഈവിൾ സ്പിരിറ്റിൻ്റെ കാലഘട്ടം നമുക്ക് എളുപ്പമാണ് പുറത്തു വരാൻ. പക്ഷേ ഈവിൾ അറ്റാക്ക് ഉണ്ടായാൽ പിന്നെ പുറത്തു വരാൻ നോട്ട് ഈസി. അത് എളുപ്പമല്ല. ഈവിൾ സ്പിരിറ്റ് നമ്മളെ കൊണ്ടുപോകും. ഇപ്പോൾ പാപം ചെയ്യും, ഈ ഒരു ചിന്ത തരും, ടെംപ്റ്റേഷൻ തരും. പക്ഷെ അത് വിഷയമല്ല. അതിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. വിട്ടുപോകും. പക്ഷേ ഈ ടെംപ്റ്റേഷനിലൂടെ ഞാൻ കടന്നുപോയി പാപം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് കണ്ടിട്ടില്ലേ, തോട്ട്സാണ്. എല്ലാവരും ഷെയർ ചെയ്യുന്ന ഇതാണ്. എല്ലാവരും വന്ന് പറയും, ബ്രദർ ഈ തോട്ട്സ് പോകുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു, പിന്നീട് ഞാൻ പാപത്തിൽ വീണു. അങ്ങനെ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഈവിളാണ് സ്പിരിറ്റാണ്, രണ്ടാണ്. യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പോലെ രണ്ട് പിശാചിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത്. അങ്ങനെ മനസ്സിലാക്കി വന്നപ്പോൾ എന്താണ്, പ്രലോഭനത്തിലൂടെ എന്നെ കണ്ടുപോയത് ഈവിൾ സ്പിരിറ്റാണ്, ഈവിളല്ല. ഈവിളിൻ്റെ ആത്മാവ്, പിശാചിൻ്റെ ആത്മാവ് എന്നെ പ്രലോഭനത്തിലൂടെ കൊണ്ടുപോവുക. ഞാൻ പാപത്തിൽ വീണില്ല, പ്രലോഭനത്തിൽ കൊണ്ടുപോയി, പക്ഷെ പാപത്തിൽ വീണില്ല. വീണ്ടും ഈ പ്രലോഭനം സഹിക്കാൻ വയ്യാതെ ഞാൻ പാപത്തിൽ വീണു. പാപത്തിൽ വീണപ്പോൾ എന്തായി, ഈവിൾ അറ്റാക്ക് ആയി കഴിഞ്ഞാൽ പ്രലോഭനത്തിലുള്ള വ്യക്തിയെ സംബന്ധിച്ച് തോട്ട്സ് ഇല്ല. തോട്ട്സിന് ചിന്തിക്കാനായിട്ട് അവൻ എന്തെങ്കിലും ചെയ്താലല്ലേ ചിന്തിക്കേണ്ടതുള്ളൂ. പ്രലോഭനം ചിന്തിക്കാനുള്ളതല്ലല്ലോ, മറ്റു പല കാര്യങ്ങളും ചിന്തിക്കും. പക്ഷേ ഈ പ്രലോഭനത്തിലൂടെ പോയി പാപത്തിൽ വീണ വ്യക്തിയെ സംബന്ധിച്ച് ചെയ്ത പാപത്തെക്കുറിച്ചുള്ള തോട്ട്സ് അതവൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ വരും. എത്ര പ്രാർത്ഥിക്കാൻ ശ്രമിച്ചാലും, എങ്ങനെയെല്ലാം നോക്കിയാലും ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. ഇതിൽ നിന്ന് പുറത്തു വന്ന ചരിത്രം ഇല്ല. അതങ്ങനെ തന്നെയാണ്. അത് പിന്നീട് നമ്മൾ നല്ല പ്രാർത്ഥനയുടെ നല്ലൊരവസ്ഥയിൽ നിൽക്കുമ്പോഴും ഒന്ന് നിങ്ങളുടെ ദിശ മാറിപ്പോയാൽ അപ്പോൾ തന്നെ ഇത് പിന്നെ കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ മൈൻഡിലേക്ക് എത്തും. കാരണം എന്താ, തോട്ട്സ് തരുന്നത് പാപമേ തരുള്ളൂ, ഈവിളേ തരുള്ളൂ. ഈവിൾ സ്പിരിറ്റിന് നിങ്ങൾക്ക് തോട്ട്സ് തരാൻ പറ്റില്ല. തോട്ട്സ്, ചിന്തകളിലൂടെ വരുന്ന പല വിചാരം, ജഡിക പാപത്തിൻ്റെ തലങ്ങൾ. ഇത് തന്നെയാണ് ഒന്നാം പ്രമാണ ലംഘനത്തിലും വരുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾ ഇന്ന് ഫോൺ ഉപയോഗിച്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഗാർഡിയൻ ഏഞ്ചലിന് പകരം ഫോളൻ ഏഞ്ചലാണ് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ. അപ്പോൾ ആ ഒരു ഏഞ്ചൽ നമ്മളെ കൊണ്ടുപോകുന്ന വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മൾ പോകുന്ന വഴികളിലെല്ലാം നമ്മളെ തേടിയിരിക്കുന്നത് അഭിഷേകമൊന്നും അല്ലല്ലോ. ആ ഫോണിലൂടെ കിട്ടുന്നത് അഭിഷേകമൊന്നുമല്ല. ഒരിക്കലും നമ്മൾ മൊബൈൽ ഫോണിൽ വാട്സാപ്പ്, നമ്മുടെ എന്താ പറയുക, വിശുദ്ധ ബൈബിളൊന്നും മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇടരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അല്ലെങ്കിൽ അതുപോലെ വിശുദ്ധമായിട്ടുള്ള ഫോണായിരിക്കണം. അല്ലെങ്കിൽ ഈ POCയുടെ ബൈബിൾ കൊണ്ടുപോയിട്ട് ഫോണിൽ കൊണ്ടിടും. ഫോൺ വിശുദ്ധമല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ ഈ വെളിപാടിൻ്റെ വിശുദ്ധ വചനങ്ങൾ ഈ മാലിന്യത്തിന് കൊണ്ടിടുന്നേ? അതിൻ്റെ ആവശ്യമില്ല. 24 മണിക്കൂറും റീൽസും ഷോർട്സും കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഇടാനുള്ളതല്ല ബൈബിള്. മൊബൈലിൽ ആപ്ലിക്കേഷൻസ് അങ്ങനെ ഇടാനുള്ളതല്ല, ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതല്ല മൊബൈലിൽ ഈ പറയുന്ന POCയുടെ ബൈബിൾ. അത് വിശുദ്ധമാണ്. അത് കയ്യിലെടുത്ത് വായിച്ചാൽ മതി. എൻ്റെ ഫോണിലൊന്നും ഇല്ല കേട്ടോ, എൻ്റെ ഫോണിലൊന്നും POCയുടെ ബൈബിളൊന്നുമില്ല. എന്ന് വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള സമയം മുഴുവൻ ഫോണിലിരിക്കുമെന്നല്ല. കർത്താവ് മാംസം ധരിച്ചത് ഫോണിലല്ല. എൻ്റെ ഒരു വിശ്വാസം അതാണ്. കർത്താവ് ജാതനായത് ഭൂമിയിലാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ബൈബിൾ ഉണ്ടായാൽ മതി. വിശുദ്ധ കുരിശും പരിശുദ്ധ ബൈബിളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു പിശാചും നമ്മളെ കീഴടക്കാനൊന്നും വരില്ല. ഒരു തിന്മയുടെ ശക്തിക്ക് നമ്മളെ കീഴടക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ വിശ്വാസം, ഇവിടെ സ്ലീഹ പറഞ്ഞതുപോലെ മോഷണം നിർത്തണം. നമ്മൾ മോഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ വചനം പറഞ്ഞു വെച്ചിരിക്കുന്നു, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതനാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക.
പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. രക്ഷയുടെ ദിനത്തിലേക്ക് നമ്മളെ എത്തിക്കാനുള്ളവൻ്റെ ആത്മാവാണത്. അത് വഴിമാറ്റി ചെലവഴിച്ചാൽ സ്ലീഹ പറയുന്നു, നീ മോഷ്ടിച്ചു എന്നാണ് സ്ലീഹ പറയുന്നത്. അതിന് കിട്ടേണ്ട വിഹിതത്തെ അതിന് തന്നെ കൊടുക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയപരമാർത്ഥതയോടെ പെരുമാറുവിൻ. പ്രിയമുള്ളവരെ, ഇവിടെ വീണ്ടും പറയുന്നു സകല വിദ്വേഷം, ക്ഷോഭം, ക്രോധം, അട്ടഹാസം, ദൂഷണം 5 കാര്യങ്ങളാണ്. ഇത് 5ഉം അതിൻ്റെ എല്ലാ തലങ്ങളോടും കൂടെ ഉപേക്ഷിക്കാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എഫേസോസ് നമ്മൾക്ക് തരുന്ന ബോധ്യം അതാണ്. ഇത് അതിൻ്റെ എല്ലാ അവസ്ഥകളോടും കൂടെ നമ്മൾ ഉപേക്ഷിക്കണം. പ്രിയമുള്ളവരെ, ചില പാപങ്ങൾ നമ്മൾ വേണ്ട എന്ന് വെച്ചാലും കയറി വരും. ചില പാപങ്ങൾ നമ്മൾ വേണ്ട, ഇത് ചെയ്യണ്ട, തെറ്റാണ്, എനിക്കറിയാം, പക്ഷേ അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആധിപത്യമുണ്ട് സാത്താൻ്റെ. നമ്മളിലുള്ള അവൻ്റെ ആധിപത്യമുണ്ട്. ഈ ആധിപത്യം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ഇച്ഛിക്കാത്തത് നമ്മൾ ചെയ്യും. ഇച്ഛിക്കുന്ന നന്മ സ്ലീഹ പറഞ്ഞതുപോലെ ചെയ്യാൻ പറ്റുകയില്ല. ഇച്ഛിക്കാത്തത്, നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത തിന്മയിലേക്കായിരിക്കും നമ്മുടെ ചായ്വ് നിൽക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കും നന്മ ചെയ്യാൻ, പക്ഷേ നമ്മുടെ ശരീരം, മനസ്സ് അനുവദിക്കത്തില്ല. അനുവദിക്കാത്തതിന് കാരണം ആധിപത്യം നിലനിൽക്കുന്നുണ്ട്. പാപത്തിൻ്റെ ആധിപത്യം നമ്മിൽ നിലനിൽക്കുന്നിടത്തോളം കാലം, പ്രിയമുള്ളവരെ ഒന്ന് ഓർത്തു നോക്കിയേ, സാത്താൻ്റെ ആധിപത്യം നമ്മളിൽ നിലനിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആധിപത്യത്തിന് എന്ത് സ്വാധീനം? ഒന്നുമില്ല. ദൈവത്തിൻ്റെ ആധിപത്യം നമ്മളിൽ നിലനിൽക്കുകയില്ല. അത് നമ്മളെ വിട്ട് പുറത്ത് പോവുകയും ചെയ്യും. അപ്പം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിലനിൽക്കണമെങ്കിൽ പാപത്തിൻ്റെ വേര് അത് സമൂലം ഉണക്കി കളയണം. പ്രിയപ്പെട്ട, കരിയിച്ച് കളയണം. സമൂലം കരിയിച്ച് കളയാൻ പറ്റണം. പാപത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും, നമ്മുടെ ഉള്ളിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന പാപത്തിൻ്റെ സാഹചര്യങ്ങളെ സമൂലം കരിയിച്ച് കളയാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഈ പാപം ഉള്ളിലിരുന്ന് വേരൂന്നിയാൽ ഈ വേര് അടുത്ത തലമുറ എന്ന് പറയുന്ന ഘട്ടം വരെ അത് പൊയ്ക്കോളും. അങ്ങനെ നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ മാത്രമല്ല അനുഭവിക്കുന്നത് എന്നുള്ളത് മറക്കണ്ട. ഒരു പാപം ചെയ്യണമെങ്കിൽ ആ ഒരു സർക്കിളിലേക്ക് നിങ്ങൾ എത്താതെ ആ ഒരു പാപം ചെയ്യില്ല. ഈ ഒരു സർക്കിളിലേക്ക് നമ്മൾ എത്തിക്കും. അതാണ് ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത്. അതെന്താണെങ്കിലും, മദ്യമാണെങ്കിലും ലഹരിയാണെങ്കിലും ജഡമാണെങ്കിലും ഏത് പാപമാണെങ്കിലും നമ്മൾക്ക് ടെംപ്റ്റേഷൻ തരുമ്പോൾ നമ്മൾ അറിയുന്നില്ല. നമുക്ക് ചുറ്റും ഇതിങ്ങനെ പിശാച് ഇങ്ങനെ ഒരു കോട്ട കെട്ടും. ഇങ്ങനെ കോട്ട കെട്ടി നമ്മൾക്ക് ചുറ്റും ഈ കോട്ട കെട്ടി ഇതിൻ്റെ ബലം കൂട്ടിക്കൊണ്ടിരിക്കും. നമ്മളിതിനകത്തായി. അപ്പോൾ ഈ കോട്ട കെട്ടുമ്പോൾ ഇത് ചിലപ്പോൾ ഞാനായിരിക്കുന്ന എൻ്റെ വീടിന് ചുറ്റുപാടായിരിക്കും ഈ കോട്ട കെട്ടണത് സാത്താൻ. എങ്ങോട്ട് തിരിഞ്ഞാലും ഞാൻ മദ്യപിക്കേണ്ടെന്ന് തീരുമാനിച്ച ഞാൻ 4 വശത്തേക്ക് തിരിഞ്ഞാലും മദ്യം കാണും. അതാണ് അവൻ കെട്ടുന്ന കോട്ട. പാപം ചെയ്യേണ്ടെന്ന് തീരുമാനിച്ച ഞാൻ 4 വശത്തേക്ക് തിരിഞ്ഞാൽ ആ സാഹചര്യം എനിക്ക് ഒത്തുവരും. അതിനർത്ഥം എന്താണെന്നറിയോ? എൻ്റെ പ്രാർത്ഥനാ ജീവിതം എവിടെയെല്ലാം ബ്രേക്കായിട്ടുണ്ടോ അതിലൂടെ എന്നിലേക്ക് കടന്നു വന്ന അരൂപി വെറുതെ ഇരിക്കുന്ന അരൂപിയല്ല, അതിങ്ങനെ പ്രവർത്തനനിരതമാണ്. പ്രവർത്തനനിരതമാണ്. റെസ്റ്റ് എടുക്കുന്നതല്ല സാത്താൻ ഒരിക്കലും റെസ്റ്റ് എടുക്കില്ല. പക്ഷെ അവൻ അലസത തരും. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സ്പിരിറ്റ് ഒരിക്കലും റെസ്റ്റ് എടുക്കുന്നില്ല, റെസ്റ്റ്ലെസ്സാണ്. പക്ഷെ നമ്മളെ റെസ്റ്റ് എടുപ്പിക്കും. കാരണം എന്താണെന്നറിയോ? എന്നാലേ നമ്മളെ അവന് കിട്ടുള്ളൂ. അവൻ ഇങ്ങനെ ഓടി നടക്കുക, അവന് റെസ്റ്റ് ഇല്ല. അവൻ നമുക്ക് ചുറ്റും ഇതുപോലൊരു കോട്ട കെട്ടി തീർത്ത് നമ്മൾ അതിന് നടുക്ക് നിൽക്കും. ചെയ്യും പാപം. ഈ പാപം ചെയ്താൽ ഈ കോട്ടയ്ക്കകത്തുള്ളത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ കരിയും. അതെല്ലാം കരിയും. ഞാനതാ പറഞ്ഞത്, കരിഞ്ഞുണങ്ങി വേരോടെ നശിക്കുന്നത് വരെ ഈ സ്പിരിറ്റ് വിട്ടൂല. ഈ കോട്ടയെ ബ്രേക്ക് ചെയ്യുന്നതാണ് പ്രയർ. ഹല്ലേലൂയ. ആ കോട്ടയെ ബ്രേക്ക് ചെയ്ത് അതിനെ വലിയൊരു കൂടമെടുത്ത് അടിച്ച് തകർക്കണമെങ്കിൽ നിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ് വിശുദ്ധ ബൈബിള് എന്ന് പറയുന്ന അവസ്ഥ, ജപമാല എന്ന് പറയുന്ന ആയുധം, പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന ജീവൻ. ഇത് നമ്മൾ ഈ 3 കാര്യങ്ങൾ നിങ്ങളോട് കൂടെ ഉണ്ടോ? നിങ്ങളിൽ തന്നെ ഒരു ധ്യാന കേന്ദ്രം പ്രവർത്തിച്ച് തുടങ്ങിയെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം.
അത്രയേ ഉള്ളൂ. ഇതൊക്കെ തന്നെ ഉള്ളൂ ധ്യാനകേന്ദ്രങ്ങളിലും, മറ്റൊന്നുമില്ല. വേറൊന്നും ധ്യാനകേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാനില്ല. ഈ 3 കാര്യം വെച്ചിട്ടാണ് ധ്യാനകേന്ദ്രങ്ങളിലെല്ലാം നടക്കണം. ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. പരിശുദ്ധമായിട്ടുള്ള ആരാധനയും സ്തുതിപ്പും പരിശുദ്ധ കുർബാനയും ജപമാലയും വചനവും, വേറെ ഒന്നും ഒരു ധ്യാനകേന്ദ്രത്തിലുള്ളതായിട്ട് എനിക്കറിവില്ല. ഇതിൽ നിന്ന് കിട്ടാവുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഈ ഒരവസ്ഥ വീട്ടിൽ സംജാതമായാൽ നിങ്ങൾക്ക് ആ ഒരു സർക്കിളിനകത്ത് ജീവിച്ചുകൂടെ പ്രിയപ്പെട്ടവരെ? ഇതേ ഈശോ നമ്മളോട് ചോദിക്കുന്നുള്ളൂ, ഇതിന് ഞങ്ങളുടെ പുറകെ വരേണ്ട വല്ല ആവശ്യം നിങ്ങൾക്കുണ്ടോ? ഒരാവശ്യമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിക്കാത്ത ഇടത്തല്ലേ ഞങ്ങൾ കെട്ടപ്പെട്ടു പോകുന്നത്? അതല്ലെങ്കിൽ ഞങ്ങളെ കർത്താവ് ഈശോയെ കേൾക്കാത്ത ജനങ്ങളുടെ അടുത്തേക്ക് ഈശോ ഞങ്ങളെ കൊണ്ടുപോകൂലേ? പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോൾ കേരളത്തിലെ ശുശ്രൂഷകർ, കേരളത്തിൽ തന്നെ നിന്ന വളരെ കുറച്ച് ശുശ്രൂഷകരെ കേരളം വിട്ട് മറ്റ് പല സ്ഥലത്തും വിജാതീയരോട് സുവിശേഷം പ്രസംഗിക്കുന്നത് വളരെ കുറവേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ബാക്കിയുള്ളതെല്ലാം കേരളത്തിൽ ഇടപ്പെട്ട അവസ്ഥയിലാണ്. ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നത് ഇവിടം വിട്ടു പോകാൻ. പക്ഷേ കർത്താവ് നോക്കുന്നത് എന്താണെന്നറിയോ? ദൈവത്തെ അറിഞ്ഞ മക്കൾ വീണ്ടും പാപത്തിൽ പോകുമ്പോൾ ക്രിസ്ത്യാനികളോട് സുവിശേഷം പ്രസംഗിക്കുന്നതാണ് ഏറ്റവും വലിയ കഷ്ടം. കത്തോലിക്കരോട് സുവിശേഷം പ്രസംഗിക്കുന്നതാണ് ഏറ്റവും വലിയ ദുരിതം. കാരണം നിങ്ങളുടെ കയ്യിലുള്ളതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതെന്ന് പറയുമ്പോൾ എന്ത് മോശമാണ്. ഇന്ന് നിലവാരം കുറഞ്ഞ പരിപാടിയാണ്. അറിയാത്ത ഒരാൾക്ക് പുതിയൊരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തുകയാണെങ്കിൽ അതിന് ഞങ്ങൾക്ക് കുറേ കൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് പരിചയപ്പെടുത്തി കൊടുക്കാൻ. അറിയില്ല, പുതിയ പ്രോഡക്റ്റാണ്, ഫ്രഷാണ്, ഇതിനിങ്ങനെയൊക്കെ വർക്ക് ചെയ്യും, ഈ പ്രോഡക്റ്റിൽ ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നിടത്ത് എല്ലാം അറിയാവുന്ന വർഷങ്ങളായിട്ട് ഈ പ്രോഡക്റ്റ് കയ്യിലുള്ള ഒരു ജനസമൂഹത്തോട് ഈ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് കുറവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെയാണ് നേരത്തെ വിശുദ്ധ പൗലോസ് വിളിച്ചത് മോഷണം എന്ന് വിളിച്ചത്. ഓരോ ശുശ്രൂഷകർക്കും ദൈവം കൊടുത്തിരിക്കുന്ന കൃപ എന്ന് പറയുന്നത് വിജാതീയരിൽ നേടിയെടുക്കാനാണ്, വിജാതീയരെ നേടിയെടുക്കാനാണ്. പക്ഷേ ഈശോ 72 പേരെ അയക്കുന്ന സമയത്ത് ഈശോ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആദ്യം എങ്ങോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്? ഏത് നഷ്ടപ്പെട്ട ആടുകളിലേക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേൽ ഭവനത്തിലേക്ക് നിങ്ങൾ പോകണം, അവിടെ നഷ്ടപ്പെട്ടതിനെ നേടിയെടുക്കണം. പക്ഷെ ഇങ്ങനെയൊരു സംഭവമായിരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. കാരണം നഷ്ടപ്പെട്ടതിന് പുറകെ പോകാൻ പോയിട്ട് ഒരറ്റം കാണാൻ പറ്റുന്നില്ല. ഒരറ്റം തൊട്ട് നന്നാക്കി തിരിച്ചു വരുമ്പോൾ അത് വീണ്ടും പാപത്തിലെത്തിയിട്ടുണ്ടാവും. ആ ഒരു നിലനിൽപ്പ് കിട്ടാത്തതിന് കാരണം എന്താണെന്നറിയോ? നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യൻസിനെ കണ്ടല്ലേ, കൃത്യസമയത്ത് മെഡിസിനും ഡ്രിപ്പും എല്ലാം കൊടുത്ത് അവരെ നല്ല ഹെൽത്തി ആക്കി നഴ്സസും ഡോക്ടേഴ്സും എല്ലാം കൂടെ ആരോഗ്യത്തിലാക്കി വെക്കും. എന്നിട്ട് കുറച്ച് ഗുളികയും പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞുവിടും. ഇത് കൃത്യം 3 നേരം കഴിക്കണം, ഇത് ആഹാരത്തിന് മുമ്പ്, ഇത് ആഹാരത്തിന് ശേഷം, ഉറക്കം നിന്ന് കഴിക്കേണ്ടതൊക്കെ പറയും. ഇതൊന്നും കഴിക്കില്ല, തിരിച്ച് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു വരും. ഇത് തന്നെയാണ് ധ്യാനകേന്ദ്രവും ഭവനവും. ഇവിടെ നിന്ന് നല്ലതെല്ലാം കേട്ട് ഒരുവിധം കൃപ സ്വീകരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ വീട് ധ്യാനം കൂടിയിട്ടില്ലല്ലോ, പെര പൊക്കിക്കൊണ്ട് വരാൻ പറ്റില്ലല്ലോ ധ്യാനം കൂടിക്കാനായിട്ട്. അതുകൊണ്ട് അത് അവിടെ തന്നെ ഇരിക്കുകയല്ലേ, അത് ക്രമപ്പെടുത്തില്ല. അവിടെ മാലിന്യമാണ്, അവിടെ അഴുക്കാം, അവിടെ വൃത്തിഹീനമായ ചുറ്റുപാടായതുകൊണ്ട് വചനത്തിന് നിലനിൽക്കാൻ പറ്റുന്നില്ല അവിടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളിവിടെ നിന്ന് വീട്ടിലെത്തിയാൽ വീട് ക്രമപ്പെടുത്തണം, വീട് അടിച്ചു വാരി സജ്ജീകരിച്ച് വിശുദ്ധീകരിച്ചിടണം ദൈവത്തെ സ്വീകരിക്കാൻ. അങ്ങനെയാണെങ്കിൽ വചനം നിലനിൽക്കും. പരിശുദ്ധ കുർബാന ദിവസവും സ്വീകരിക്കപ്പെട്ട ഈശോയുമായിട്ട് നിങ്ങളുടെ ഭവനത്തിൽ വന്നാൽ വീട് സക്രാരിയായിട്ട് മാറ്റപ്പെടും. ആ വീട്ടിലൊരു പിശാചും കയറില്ല, ആ വീട്ടിലേക്ക് ഒരു തിന്മയും കടന്നു വരില്ല. ഒരുക്കത്തോടെ പ്രസാദപരവസ്ഥയിൽ സ്വീകരിക്കപ്പെട്ട പരിശുദ്ധ കുർബാന ജീവനായിട്ട് നിലനിൽക്കും, അവനിൽ നിലനിൽക്കും, ഭവനത്തിന് നിലനിൽക്കും. പാപം ചെയ്ത് അതിനെ നശിപ്പിക്കാതിരുന്നാൽ മതി, അത് നശിയത്തില്ല. പക്ഷെ പാപം ചെയ്ത് അതിൻ്റെ ആ പ്രകാശം കെടുത്തിക്കളയാനേ നിനക്ക് പറ്റുള്ളൂ. അത് നശിയുന്നൊന്നല്ല, പക്ഷേ പാപം ചെയ്ത് അതിൻ്റെ പ്രകാശത്തെ കെടുത്തിക്കളയും പിശാച്. ഈശോയെ സ്വീകരിച്ച് ഈശോയുമായിട്ട് ഭവനത്തിൽ വരും. ആ സക്രാരിയിൽ ഈശോയുടെ പ്രകാശം ഇങ്ങനെ നിൽക്കുക. ആ പ്രകാശത്തെയാണ് നമ്മൾ തല്ലിക്കെടുത്തുന്നത്. ഈശോ നമ്മളോട് പറയുന്നത് വീട് സജ്ജീകരിക്കാനാണ്, വീടൊരുക്കാനാണ്. വീടൊരുക്കാതെ നിങ്ങൾ എത്ര ധ്യാനം കൂടിയാലും ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ തിരിച്ചു ചെല്ലുന്നത് നിങ്ങളുടെ അതേ പാപാവസ്ഥയിലേക്കും നിങ്ങൾ അതേ മാലിന്യത്തിലേക്കുമാണെങ്കിൽ ദൈവത്തിന് നിങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റില്ല, നിലനിൽക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് കേട്ടിയത് ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട്
പോകേണ്ട അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ വന്നെത്തി നിൽക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോയ്ക്ക് നമുക്ക് വാക്ക് കൊടുക്കാൻ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ നിരവധിയായിട്ടുള്ള പാപങ്ങളും കുറവുകളും തെറ്റുകളും പോരായ്മകളും സങ്കടങ്ങളും ദുഃഖങ്ങളും നിരാശകളെല്ലാം ഉണ്ട്. ഇതിൽ നിന്ന് നന്മ വേർതിരിച്ചെടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇതിൽ നിന്ന് തിന്മയെ മാറ്റി നിർത്താൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള വൃക്ഷം നട്ടുപിടിപ്പിച്ചതും ദൈവം തന്നെയാണ്. ഏദൻ തോട്ടത്തിൽ ആ ഒരു വൃക്ഷത്തിൻ്റെ ആവശ്യമില്ല, എന്നിട്ട് നട്ടുപിടിപ്പിച്ചു എന്നുള്ളതാണ്. ഇതാണ് മനുഷ്യന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ ഒരു നിങ്ങൾ നേടിയെടുക്കണം എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണത് ഏദൻ തോട്ടം എന്ന് പറയുന്നത്. വീട് ഏദനാണെങ്കിൽ ഇഴഞ്ഞു നടക്കുന്ന സർപ്പം അവിടെയുണ്ട്, അവിടെയും ആഴിക്ക് മുകളിൽ അന്ധകാരമുണ്ട്. നീ പ്രതീക്ഷിക്കുന്നതല്ല നിന്നെ കാത്തിരിക്കുന്നത് എന്നുള്ളത് മറക്കരുത്. നീ പ്രതീക്ഷിക്കാത്തത് നിനക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിട്ടുണ്ട് സാത്താൻ എന്നുള്ളതും മറക്കണ്ട. ഇവിടെ നിന്ന് സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നീ പോകുന്ന വഴികളിൽ നിന്നെ ആനന്ദിക്കാൻ, നിന്നെ നിൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ ആരാധിക്കുന്ന മാലാഖമാർ നീ പോകുന്ന വഴികളിൽ നിന്നെ സംരക്ഷിക്കുന്നുണ്ട്. നീ ആയിട്ട് ആ പ്രകാശത്തെ തല്ലിക്കെടുത്തിയാലേ ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ അവസാനം പറഞ്ഞത്, എല്ലാ ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. ദൈവം ക്ഷമിച്ചതുപോലെ എന്ന് പറയുന്നില്ല, ദൈവം ക്രിസ്തു വഴി ക്ഷമിച്ചു എന്നുള്ളതാണ്. ക്ഷമയ്ക്ക് കർത്താവ് മറ്റൊരു തലത്തെ വെച്ച് അതിലൂടെ ക്ഷമിച്ചു. അതാണ് ക്രിസ്തു. ക്രിസ്തുവിലൂടെ സ്വർഗം നിങ്ങളോട് കരുണ കാണിച്ചു, ക്രിസ്തുവിലൂടെ സ്വർഗം നിങ്ങളോട് ക്ഷമിച്ചു. അതുപോലെ നിങ്ങളും കരുണ കാണിക്കാനായിട്ടാണ് സ്ലിഹ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, രണ്ടാമത്തെ സെഷനിവിടെ അവസാനിക്കുമ്പോൾ ഈശോ പറഞ്ഞ വാക്കുകൾ ഒന്ന് ക്രോഡീകരിച്ചാൽ അതിലൊന്നേ ഉള്ളൂ: പ്രാർത്ഥനയെ മോഷ്ടിക്കരുത്, വഴി മാറ്റി ചെലവഴിക്കരുത്. എല്ലാം പ്രാർത്ഥനയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും നിയോഗത്തിലേക്ക് വയ്ക്കരുത്. എല്ലാം പ്രാർത്ഥനയല്ല. ചില പ്രാർത്ഥനകൾ ചെല്ലേണ്ടിടത്ത് ചെല്ലാതെ മറ്റ് അവസ്ഥകളിലേക്ക് ഉപയോഗിച്ചാൽ അത് എതിർ പ്രാർത്ഥനകളായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് കരുണയ്ക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതെടുത്ത് മറ്റ് വശങ്ങളിലേക്ക് നിനക്ക് വിനിയോഗിച്ചു കൂടാ. ഞാൻ പറഞ്ഞില്ലേ, ആത്മാവിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് നിയോഗങ്ങൾ കൊടുത്ത് ഒരു വ്യക്തിയെ കൊണ്ട് ദൈവം പ്രാർത്ഥിപ്പിക്കുന്നത്. ആത്മാവിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് നിയോഗങ്ങളുടെ തോതിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ നിയോഗങ്ങളുടെ തോതനുസരിച്ചുള്ള വലിയ പ്രാർത്ഥനാ രീതിയല്ല ഫോളോ ചെയ്യേണ്ടത്. അതിന് കാരണമായിട്ടുള്ള ആത്മസ്ഥിതിക്ക് ചേർന്ന വലിയ അനുതാപമാണ് നിങ്ങളിലേക്ക് വരേണ്ടത്. നിയോഗങ്ങൾക്ക് ചേർന്ന വലിയ പ്രാർത്ഥനയേക്കാൾ അതിലേക്ക് നിങ്ങളെ നയിച്ച ആത്മസ്ഥിതിക്ക് ആവശ്യമായിട്ടുള്ള വലിയ അനുതാപം വന്നാൽ ആ നിയോഗങ്ങൾ അതിനാൽ തന്നെ നിഷ്പ്രഭമായിക്കൊള്ളും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ നമ്മളോട് പറഞ്ഞ കാര്യം ക്രോഡീകരിച്ചാൽ അതിലൊന്നാമത്തേത്, പ്രാർത്ഥനയെ മോഷ്ടിക്കരുത്. നിങ്ങളുടെ പാപം രാത്രി വരെ നിങ്ങളോടുകൂടെ നിൽക്കാൻ അനുവദിക്കരുത്. പകലിൻ്റെ വെളിച്ചത്തിൽ, പകലിൻ്റെ അവസ്ഥയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പൊറുതി വാങ്ങിയിട്ടുണ്ടാവണം. നീ കിടക്കുമ്പോൾ നിന്നെ കാക്കാൻ മാലാഖമാർക്ക് മടിയുണ്ടാവരുത്. അത് നീ ക്രിയേറ്റ് ചെയ്യുന്ന പാപങ്ങൾ മൂലം അവർ നിന്നെ വിട്ടു പോകരുത്. പാപത്തിൻ്റെ തലങ്ങൾ നിന്നെ മാറിയിട്ടുണ്ടാകണം. നീ കിടക്കുമ്പോൾ നിൻ്റെ ബെഡിൽ നിൻ്റെ പാപങ്ങളെ കൂടെ കിടത്തി ഉറക്കരുത്. നാളെ നീ വിശുദ്ധ കുമ്പസാരം നടത്തിയാലും ഇന്നലെ നിന്നോടുകൂടെ കിടന്ന പാപങ്ങൾ ആ ബെഡിലുണ്ട്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായിരിക്കണം, വിശുദ്ധിയായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരു വിശുദ്ധനും ആരുടെയെങ്കിലും മധ്യസ്ഥം വിളി പ്രാർത്ഥന കൊണ്ടല്ല വിശുദ്ധനായത്. സ്വന്തം അധ്വാനം കൊണ്ടാണ് ഓരോ വിശുദ്ധരും വിശുദ്ധനായിരിക്കുന്നത്. അതേ അധ്വാനത്തിലേക്കാണ് ഈശോ നമ്മളെയും ക്ഷണിക്കുന്നത്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു ബ്രേക്കാണ്, ടീ ബ്രേക്കാണ്. അപ്പോൾ ഈ സമയത്തോടെ കാര്യങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ചില മേഖലകളിൽ, ഇവിടെ ചില മേഖലകളിലെല്ലാം നമ്മൾ വീണു പോയിട്ടുണ്ട്. ഈശോയെ, വീണ് കിടക്കുന്ന എന്നെ നീ എടുത്തുപയോഗിക്കണമേ. പ്രാർത്ഥിച്ചേ.
ചില മേഖലകളിലൊക്കെ നമ്മൾ വീണുപോയി. കർത്താവേ, എന്നെ എടുത്ത് ഉപയോഗിക്കുക. വീഴാതെ പിടിച്ച് നിൽക്കാനുള്ള കൃപ നീ എനിക്ക് താ. പരിശുദ്ധാത്മാവിനെ അന്വേഷിച്ച് എല്ലായിടത്തും ഓടാതെ എൻ്റെ ഉള്ളിൽ വസിക്കുന്നതിനെ കണ്ടെത്താൻ എന്നെ നീ പഠിപ്പിക്കണമേ. ഈശോയെ, നിനക്കെതിരെ ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അപരാധങ്ങളും അവിടുന്ന് കരുണാപൂർവം ക്ഷമിച്ച് നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നിൽ ജ്വലിക്കുവാൻ ഈ വചനം എനിക്ക് കാരണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ എന്നെ വഴി നടത്തണമേ, അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. ഇന്നു മുതൽ എൻ്റെ പ്രാർത്ഥനകൾ കർത്താവെ മോഷ്ടിക്കപ്പെടാൻ നീ ഇടവരുത്തരുതേ. അത് ആത്മാവിൻ്റെ ഇംഗിതത്തിന് വേണ്ടി മാത്രം എൻ്റെ ഉള്ളിലേക്ക് നിൻ്റെ പ്രാർത്ഥനയെ നീ അയക്കണമേ. എൻ്റെ ആത്മവിശുദ്ധീകരണം മാത്രം പ്രാർത്ഥനകളിലൂടെ സാധ്യമാവട്ടെ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കണ്ണുകൾ അടച്ചു പിടിച്ച് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സ്വർഗം തുറക്കുന്നതും ദൈവമിരിക്കുന്നതും കാണുവാനും ഉൾക്കണ്ണു തുറക്കണമേ. സ്തെഫാനോസിനെ പോൽ എന്നുമെന്നും ഞങ്ങളെ സത്യത്തിന്റെ സാക്ഷികളാക്കണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കാം. സ്വമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ നമ്മളെ തിരഞ്ഞെടുത്ത് ഈ ഒരു ദിവസം ഈശോയോട് കൂടെ ആയിരിക്കാൻ, വചനം ശ്രവിക്കാൻ ദൈവം തന്ന ഈ ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തോട് കൂടെ ആയിരിക്കാൻ ദൈവം തന്നതാണ്. അതിൻ്റെ വില നിങ്ങൾക്കിപ്പം മനസ്സിലാവില്ല, പിന്നീട് മനസ്സിലാവും. കാരണം അത് ഈശോയോട് കൂടെ ആയിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു തിരഞ്ഞെടുപ്പാണ് പ്രിയപ്പെട്ടവർ. ധ്യാനം കൂടുക എന്നുള്ളത് തിരഞ്ഞെടുപ്പല്ല, പക്ഷെ ധ്യാനത്തിൽ ഈശോയോട് കൂടെ ആയിരിക്കുക എന്ന് പറയുന്നതാണ് തിരഞ്ഞെടുപ്പ്. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഡിസിഷനുമാണ്. രണ്ടും രണ്ടാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർ ജീവിച്ചില്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് കൂടെ ആയിരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ദൈവം നമ്മെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളറിയുന്നില്ല, നിങ്ങൾക്ക് ചുറ്റും മാലാഖമാരുടെ ഗണങ്ങളാണ് ഈ ആലയത്തിനകത്ത് ഈശോ കാണിച്ചു തരും. നിങ്ങൾക്ക് ചുറ്റും സ്വർഗ അന്തരീക്ഷമാണ്, സ്വർഗത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കുക, ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറന്ന് കിട്ടണമേ പരിശുദ്ധാത്മാവേ എന്ന് ചോദിക്കുക. നമ്മൾ ലോകത്തിലുള്ളതൊക്കെ കുറേ കണ്ടു മടുത്തില്ലേ? സ്വർഗത്തിലുള്ളതൊക്കെ കാണാനുള്ള കൃപ ചോദിച്ചേ. ഉൾക്കണ്ണ് തുറന്ന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഈശോയോട്. നമ്മൾ മറ്റൊന്നും ആഗ്രഹിക്കേണ്ട, നിങ്ങൾ ഉൾക്കണ്ണ് തുറന്ന് കിട്ടാൻ പ്രാർത്ഥിക്കുക. അപ്പം നമ്മുടെ മുന്നിലിരിക്കുന്നത് എന്തെന്നുള്ളത് വെളിപ്പെട്ട് കിട്ടണം. നമ്മുടെ മുന്നിലുള്ള വ്യക്തിയെക്കുറിച്ച് വെളിപ്പെട്ട് കിട്ടണം. നമ്മൾക്ക് തെറ്റ് പറ്റരുത്. നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്നവരേതെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റണം. പാപത്തെ തിരിച്ചറിയാൻ പറ്റണം. എല്ലാ പാപങ്ങളും നമുക്കറിയാമെങ്കിലും എന്തുകൊണ്ട് നമ്മൾ പാപത്തെ വീണു പോകുന്നു പ്രിയപ്പെട്ടവരെ? പാപത്തെ അറിയാം, പാപത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതാണ് നമ്മളിലുള്ള കുഴപ്പം. പാപം അറിയാം, കൽപ്പനകൾ എന്ന് പറയുന്നത് കൊണ്ട് പാപത്തെ അറിയാം. പക്ഷേ എന്നിട്ട് ആ പാപത്തെ നമ്മൾ വീണു പോകുന്നത് എന്തുകൊണ്ടാണ്? പാപത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവൻ വരുന്നത് ആ പാപമായിട്ടല്ല വരുന്നത്, അവൻ വരുന്നത് ആ പാപവും കൊണ്ട് വരുന്നവനാണവൻ. അതുകൊണ്ട് ആ വരുന്നവനെ തിരിച്ചറിയാൻ പറ്റാത്തതാണ് നമ്മളുടെ വിഷയം. ചില വ്യക്തികളിലൂടെ, ചില സാഹചര്യങ്ങൾ, ചില ജോലികൾ, ചില ബന്ധങ്ങൾ, ചില ശീലങ്ങൾ പാപത്തെ കൊണ്ടുവരുന്ന കാരിയേഴ്സുണ്ട്. പാപത്തെ കൊണ്ടുവരുന്ന ചില കാരിയേഴ്സുണ്ട്. പാപത്തെ നമുക്കറിയാം. വ്യഭിചാരം, ഒന്നാം പ്രമാണ ലംഘനം, മാതാപിതാക്കളോടുള്ളത് എല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മൾ ആ പാപത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. വീണ്ടും ആ പാപം തന്നെ ചെയ്യാൻ നമ്മൾ താല്പര്യത്തോടെ നിൽക്കുക. നമ്മളല്ലെങ്കിലും നമ്മളായിരിക്കുന്ന അവസ്ഥകൾ താല്പര്യം കാണിക്കുന്നുണ്ട്. ആ പാപത്തെ തിരിച്ചറിയാൻ പറ്റാതാകുമ്പോൾ
പ്രിയപ്പെട്ടവരെ, ആ പാപം നമ്മളെ ഭരിക്കും. അങ്ങനെ വരുമ്പോൾ ആ പാപത്തിൻ്റെ കാരിയേഴ്സ് ഉണ്ട്. ആ പാപത്തെ കൊണ്ടുവന്ന് സംവഹിക്കുന്ന ചില അവസ്ഥകളെ സാത്താൻ ഉപയോഗിക്കും. ചില അവസ്ഥകളെ സാത്താൻ ഉപയോഗിച്ചിട്ട് ചിലത് പ്രാർത്ഥന തന്നെയായിരിക്കും. ചിലത് പ്രാർത്ഥന തന്നെയാണ്. ദൈവത്തിൻ്റെ പ്രാർത്ഥനയെ സാത്താൻ എടുക്കും. കർത്താവിനെ പരീക്ഷിച്ചതും സാത്താൻ വചനം വെച്ചിട്ടാണ്. നിൻ്റെ പാദം കല്ലിൽ തട്ടില്ല എന്നോ എഴുതിയിട്ടുണ്ടല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന 91-ാം സങ്കീർത്തനമാണെങ്കിൽ അത് വെച്ചിട്ടാണ് പിശാച് ദൈവത്തെ പരീക്ഷിച്ചതെന്ന് ഓർക്കണം. അപ്പോൾ അതുപോലും ഉണ്ട്. അപ്പോൾ ചിലതിൽ നമുക്ക് ചില സന്തോഷങ്ങൾ തരുന്ന സാഹചര്യങ്ങളും പാപങ്ങളും പാപാവസ്ഥകളും ഉണ്ടെങ്കിൽ അത് കാരിയർ ആണ്. അതല്ല നിനക്ക് യഥാർത്ഥത്തിൽ വരാനിരിക്കാൻ. അത് കാരിയർ മാത്രമാണ്. ചില സന്തോഷങ്ങൾ, ചില ഇഷ്ടങ്ങൾ, ചില ശീലങ്ങൾ നിനക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ അത് കാരിയറാണ്. അത് നിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക, നീ അറിയുന്നില്ല. നിത്യനാശത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, അയ്യോ ഇതായിരുന്നല്ലേ അവൻ്റെ ലക്ഷ്യം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആരും തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നിടുന്നതാണ് സാധാ. ഭയങ്കര ക്രൂക്കഡാണ് അവനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, തിരിച്ചറിയാൻ പറ്റില്ല. അതാണ് ഈവിൾ സ്പിരിറ്റ്. അതാണ് ഈവിൾ എന്ന് പറയുന്നത്. സാത്താൻ അവൻ്റെ അരൂപികളുണ്ട്, ദുഷ്ടാരൂപികളുടെ ഗണങ്ങളുണ്ട്, സാത്താൻ്റെ അരൂപികളുണ്ട്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കാൻ പറ്റണം, മനസ്സിൽ വയ്ക്കാൻ പറ്റണം. ചിലതിനെ നമ്മൾ ഹോൾഡ് ചെയ്യണം, ചിലത് നമ്മൾ ഹോൾഡ് ചെയ്യരുത്. ചിലതിനെ ഹോൾഡ് ചെയ്യണം. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മളിൽ ഉണ്ടാകുന്നത് പോലെ പിശാചിനെക്കുറിച്ചും ബോധ്യമുണ്ടാവണം. അറിവല്ല, പിശാചിനെക്കുറിച്ചുള്ള അറിവ് പൈശാചികതയിലേക്ക് നയിക്കുകയുള്ളൂ. അതുകൊണ്ട് പിശാചിനെക്കുറിച്ച് അറിവുണ്ടാവരുത്, ബോധ്യമുണ്ടാവണം. പിശാച് എന്തെന്നുള്ള ബോധ്യം ഉണ്ടാവണം. അവൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും എന്താണെന്നുള്ള ബോധ്യം ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥനക്കാരാണെങ്കിലും എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും പാപത്തിൽ പോകും. പിശാചിനെ നമ്മൾക്ക് അവൻ്റെ അസ്തിത്വം അറിയില്ല, അവൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തപ്പെടില്ല. അതാണ് അവൻ്റെ പ്രത്യേകത. നമ്മളിൽ ഒരുവനായിട്ട് നിൽക്കും, നമ്മളിൽ തന്നെ നാമായിട്ട് തന്നെ നിൽക്കും. നമ്മളുടെ ശീലങ്ങളായിട്ട് നമ്മളിൽ നിൽക്കാൻ അവനറിയാം, ചില രോഗങ്ങളായിട്ട് നമ്മളിൽ നിൽക്കാൻ അവനറിയാം, ചില ബന്ധങ്ങളായിട്ട് നമ്മളെ പിന്തുടരാൻ അവനറിയാം, ചില കണക്ഷൻ നമ്മൾ വിടാതെ വെക്കുന്നതുകൊണ്ടാണ്, ചില സ്ഥലത്ത് നമ്മൾ നോട്ട് ചെയ്യുന്ന ചില ശീലം, ആ ശീലങ്ങളെ വിടാതെ വയ്ക്കാൻ അവനറിയാം. ചില ദുശീലം അവൻ നമ്മളിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മളിലൊരു പാപം, അതെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ മദ്യപാനിയാണ്, മദ്യപാനം ദുശീലമാണ്. അപ്പോൾ ഈ മദ്യപാനം എന്ന് പറയുന്ന ദുശീലം മാറ്റാൻ നിങ്ങൾ മറ്റൊരു ശീലം തുടങ്ങുകയാണ്, പുകവലി തുടങ്ങിയപ്പോൾ എനിക്ക് മദ്യപാനം നിർത്താൻ പറ്റി. ഒരു ദുശീലം മാറാൻ ഞാൻ ഏത് ശീലം എടുത്തുവോ ആ ശീലം പിന്നീട് എൻ്റെ ദുശീലമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നല്ല, പൈശാചികതയാണ്. ചില വ്യക്തിബന്ധങ്ങൾ വന്നപ്പോൾ ഞാൻ ഈ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ചു. ഞാൻ ആ ബന്ധത്തെ പ്രതി ഈ പാപങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു, ഞാൻ വിശുദ്ധിയിലേക്ക് വന്നു. പിന്നീട് ആ സ്ഥാപിക്കപ്പെട്ട ബന്ധമായിരിക്കും നിൻ്റെ ഏറ്റവും വലിയ ദുശീലം. ഇതാണ് പിശാചിൻ്റെ രീതി. ഈയിടെ ഒരു പയ്യൻ, കാനഡയിൽ നിന്ന് വന്നൊരു പയ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞതാണ്, ബ്രദറെ പ്രാർത്ഥിക്കണം. എന്തു പറ്റി നിനക്ക്? ഞാനിങ്ങനെ ഭയങ്കര ഡ്രഗ് അഡിക്റ്റഡ് ആയിരുന്നു, ഞാനിങ്ങനെ പാപത്തിലായിരുന്നു, പക്ഷേ എനിക്കൊരു റിലേഷൻഷിപ്പുണ്ട്. അവളെൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, പാപത്തെ ഉപേക്ഷിക്കണം, ഇതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ആരും പറയാത്തത് അവൾ പറഞ്ഞു. എന്നെ മനസ്സിലാക്കുന്നൊരു വ്യക്തിയെ ഞാൻ അവളിൽ കണ്ടു. അവൾ വന്നപ്പോൾ ഞാൻ എല്ലാ പാപങ്ങളും ഉപേക്ഷിച്ചു, ഞാനിപ്പോൾ ഡ്രഗ്സ് എടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, പൂർണ്ണ വിശുദ്ധിയിലാണ്. കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും അവളോട് സ്നേഹവും, അവൾ ഇവനെ തിരുത്തിയതിൽ അവളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷേ ഈശോ പറഞ്ഞു, ഇവൻ ഇപ്പോഴാണ് മേലിൽ പാപം ചെയ്യാതിരിക്കാൻ, കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ഇപ്പോഴാണ് അവൻ എത്തിയത്. ഇതുവരെ അവൻ പാപം ചെയ്തത് അവൻ്റെ സ്വന്തം ഇച്ഛപ്രകാരമാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ കൺട്രോള് നന്മ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ്ലി പിശാച് ഏറ്റെടുത്തു. ഹല്ലേലൂയ. ആദ്യം അവൻ പാപം ചെയ്തത് ഡ്രഗ് അഡിക്ഷൻ. അവൻ ആ ഒരു അഡിക്ഷൻ തോന്നുമ്പോൾ, അവനിപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് അവൻ ഡ്രഗ് എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല, ഇപ്പോൾ അവൻ ഫുള്ളി ഡിപ്പെൻഡൻ്റായി. ആരെ? പൈശാചികതയെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവനെത്തി. അതിനവന് പിശാച് കൊടുത്ത ബോധ്യം എന്താ? നന്മയിലൂടെ അവൻ്റെ നിത്യവാസം ഉറപ്പിക്കാൻ നന്മയിലൂടെ അവനിലേക്ക് കടന്നു വന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഇതാണ് പൈശാചികത. ഒരു ദുശീലം മാറ്റാൻ നമ്മൾ തുടങ്ങുന്ന ശീലം ദുശീലമായിട്ട് മാറും. നമ്മൾ പറയും ആ ദുശീലം പോയില്ലേ, പക്ഷെ അതിലും വലിയ
കുഴിയിലേക്കാണ് നമ്മൾ ചെന്ന് വീണിരിക്കുന്നത്. ഏതൊരു ദുശീലവും മാറേണ്ടത് ദൈവത്താൽ ആയിരിക്കണം. ദൈവത്തെ പ്രതി നീ ഉപേക്ഷിച്ചോ, നല്ലതാണ്. ദൈവം ഉള്ളിലൊരു പ്രേരണ തന്നു, ബ്രദറെ ഞാൻ നിർത്തി, വളരെ നല്ലതാണ്. ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന പ്രേരണയാൽ ഒന്നും നിർത്തരുത്, ആ വ്യക്തിക്ക് വേണ്ടി നിർത്തുന്നതായി പോകും. ഇപ്പം ഞങ്ങളെപ്പോലെ ഒരാൾ പറഞ്ഞാൽ പോലും നിങ്ങളുടെ ഉള്ളിൽ പ്രേരണ വരണം. പറയുന്നത് കേട്ട് നിങ്ങളുടെ ഉള്ളിൽ പ്രേരണ വന്ന് ദൈവത്തോട് വാക്ക് കൊടുക്കുക. വ്യക്തികൾക്ക് വാക്ക് കൊടുക്കല്ലേ. ആ കൊടുത്ത വ്യക്തിയിൽ ഒരു പാപം ഉണ്ടായാൽ മതി, നീ കൊടുക്കുന്ന വാക്ക് ഏറ്റെടുക്കുന്നത് ആ പാപത്തിൻ്റെ ഉടമസ്ഥനാണ്. അവനറിയാം ഈ വാക്ക് എങ്ങനെ തെറ്റിക്കണം. അതുകൊണ്ട് ഒരു ബ്രദറിനോ ഒരാൾക്ക് ഒരു ശുശ്രൂഷകന് നിങ്ങൾ വാക്ക് കൊടുക്കരുത്. നിങ്ങൾ കൊടുക്കുന്ന വാക്ക് ദൈവത്തിനാണ്. ആ വാക്ക് തെറ്റിയാൽ നിങ്ങൾ ദൈവവുമായിട്ടേ പാടുള്ളൂ എല്ലാം. ആരിലൂടെയും ഒരു വാക്കും തിന്മയെ ഉപേക്ഷിക്കാൻ വ്യക്തികളെ കൂട്ടുപിടിക്കുന്നിടത്ത് ആ വ്യക്തികളിലൂടെ തിന്മ കൊണ്ടുവരാൻ സാത്താനറിയാം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ദൈവത്തോട് മാത്രമേ കമ്മിറ്റഡ് ആവാൻ പാടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളിലും ബന്ധനങ്ങളുണ്ട്, പാപങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് മാത്രം തിരിയുക, അവൻ്റെ ആത്മാവിനാൽ മാത്രം നയിക്കപ്പെടുക. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 13 മുതലുള്ള തിരുവചനം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 13 മുതലുള്ള തിരുവചനം. എന്നാൽ കർത്താവിൻ്റെ വാത്സല്യ വാചനങ്ങളായ സഹോദരരെ, ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യ ഫലമായി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യ ഫലമായി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. ആരെ തിരഞ്ഞെടുത്തു? ഇതിനു മുന്നേയുള്ള വചനഭാഗം വായിക്കുമ്പോൾ അതിനെപ്പറ്റി വെളിപ്പെടുത്തുന്നുണ്ട്. തിന്മയുടെ അജ്ഞാത ശക്തി എന്നാണ് അതിന് മുന്നേയുള്ള വചനഭാഗം. അതിനെക്കുറിച്ച് അടുത്ത സെഷനിൽ നമുക്ക് കേൾക്കാം. പക്ഷെ അതിന് ശേഷമുള്ളതാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. തിന്മയുടെ അജ്ഞാത ശക്തി, തിരിച്ചറിയാൻ പാടില്ലാത്തൊരു ശക്തി, മറഞ്ഞിരിക്കുന്ന ഒരു അരൂപി പൈശാചികത നമ്മുടെ ഭവനങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലുണ്ട്. മനസ്സിലാക്കാൻ പറ്റണം. മറഞ്ഞിരിക്കുന്ന ചില പൈശാചികതകൾ നമ്മുടെ ഉള്ളിലുണ്ട്. പിശാചുബാധ എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തി, കുറേ ബഹളം വയ്ക്കുന്ന, ഒച്ചപ്പാട് വയ്ക്കുന്ന ഒരു രീതി അതിൻ്റെ ഒരവസ്ഥ മാത്രമാണ്. അത് മാത്രമല്ല പൈശാചിക പീഡ എന്ന് പറയുന്നത്. അത് പൈശാചിക പീഡയുടെ ഒരവസ്ഥ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഭയാനകമായിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ കുറച്ച് മുമ്പ് പറഞ്ഞ കാനഡയിലുള്ള കുട്ടിയുടെ അവസ്ഥയാണ്. അത് അതിൻ്റെ ഭയാനകമായിട്ടുള്ള വേർഷനാണ്. മറ്റേതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പോസസ്ഡ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അവനെ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങി. അതുകൊണ്ട് അവനെ തിരുത്താനായിട്ടുള്ള വ്യക്തികളും അവന് ചുറ്റും വന്നോളും ഓട്ടോമാറ്റിക്കലി. അത്രയും പോസസ്ഡ് ആണോ, അവനെ ആരെങ്കിലും കൈയും കാലും കെട്ടിയിട്ടിട്ടാണെങ്കിലും തമ്പുരാൻ്റെ അടുത്ത് എത്തിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പൈശാചികത നിങ്ങൾ പോലും അറിയാതെ ഒരു സ്ലോ പോയിസൺ കണക്കെ നിങ്ങളിലേക്ക് വന്ന പൈശാചികതയാണ് ഏറ്റവും അപകടാവസ്ഥ. അതായത് നമ്മളിൽ ഒരു അസുഖമുണ്ട്, ഒരു ക്യാൻസർ നമ്മളിൽ വളരുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല, ഒന്നും അറിയുന്നില്ല. അതിൻ്റെ 4th സ്റ്റേജ് എത്തുമ്പോഴേ നമ്മൾ ആ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നുള്ളൂ. അതാണ് ഈ പൈശാചികതയുടെ പ്രത്യേകത. അപ്പോഴേക്കും ഡോക്ടേഴ്സ് പറയും കൈയൊഴിഞ്ഞു എന്ന് പറയുന്നൊരു വേർഡ് നമ്മൾ കേൾക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. കൈയൊഴിഞ്ഞു, ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞു എന്ന് പറയുന്നൊരു വേർഡിലേക്ക് നമ്മൾ എത്തി നിൽക്കും. പിന്നെ അവിടെ വരാനുള്ള ഒഴിയാത്ത കൈ കർത്താവിൻ്റെയാണ്. ആ ഒരു കൈയിലേക്ക് നമ്മൾ സമർപ്പിക്കാൻ ശ്രമിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന തലമുണ്ട് പൈശാചികതയുടെ മറഞ്ഞിരിക്കുന്ന തലം. അതാണ് അജ്ഞാത ശക്തി എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലാണ്. ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികൾ ഇത്തരത്തിലാണ്. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും സ്ലോലി വരും, നമ്മളെ പിടികൂടും. നമ്മളെ പിടികൂടുന്നത് ആദ്യം സോഫ്റ്റ് ടച്ചാണ്, ഒരു ഫെദർ ടച്ചാണ്. ഈ പിടികൂടി കഴിഞ്ഞാൽ ഈ ടച്ച് പിടിമുറുക്കുന്നതനുസരിച്ച് നമ്മളെ പിഴിഞ്ഞ് നമ്മളെ അസ്ഥിപഞ്ജരമാക്കി തീർക്കുന്നത് വരെ അത് നമ്മളെ വിട്ടു പോകാത്ത ഒരു പോയിസൺ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോസസ്ഡ് ആയിട്ടുള്ള അവസ്ഥയേക്കാൾ ഭീകരമായിട്ടുള്ള വേർഷൻ. ഈ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രമേണ പ്രാർത്ഥനയെ ഉപേക്ഷിച്ച് ആ പ്രാർത്ഥന എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ ദൈവത്തിനെതിരെ നമ്മൾ കൊടിപിടിക്കുന്ന തലം നമ്മൾ കൊണ്ടുവരും.
സഭയുടെ വിശ്വാസ സത്യങ്ങളെ നമ്മൾ തള്ളിപ്പറയും. സഭയുടെ പലതും ഇപ്പം അതുവരെ നമ്മൾക്ക് ശരിയായിരുന്ന കാഴ്ചപ്പാടുകളെല്ലാം നേരെ എതിരായ കാഴ്ചപ്പാടുകളിലേക്ക് തിരിക്കും. ഇതാണ് പൈശാചികതയുടെ ഒരു സ്ലോ വേർഷൻ എന്ന് പറയും. നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ലോലി പൈശാചികത നമ്മളിൽ വന്ന് ഈ കാലഘട്ടത്തിലെ സ്പിരിറ്റിൻ്റെ പ്രത്യേകത അത് യൂത്തിൽ പ്രവർത്തിക്കുന്നത് സഭയ്ക്കെതിരെ തിരിയാനാണ്. യൂത്തിൽ ഈ സ്പിരിറ്റ് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത് സഭയ്ക്കെതിരെ തിരിയാനുള്ള വിഹിതമാണ് അവരുടെ ഉള്ളിൽ നിക്ഷേപിച്ചു കൊടുക്കുന്നത്. കുഞ്ഞുനാൾ മുതൽ നിക്ഷേപിക്കപ്പെടുന്നത് സഭയ്ക്കെതിരെ തിരിയാനായിട്ടുള്ള ഒരു സാധ്യത അവരുടെ ഉള്ളിൽ കൊടുക്കും. എല്ലാ ബോധ്യങ്ങളും അവർക്ക് എതിര് കൊടുക്കും. ഇതിങ്ങനെയാണെങ്കിൽ ഇതെന്തുകൊണ്ട് ഇങ്ങനെയായി, ഇതിങ്ങനെ ആകേണ്ടതല്ലല്ലോ. ഞാൻ 1-2 സന്ദേശങ്ങൾ, ഒരു പയ്യൻ ഇങ്ങനെ വന്ന് അവനെപ്പറ്റി ഈശോ വെളിപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈശോ നിന്നെപ്പറ്റി പറയുന്നത് ഇങ്ങനെ എത്തുമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറയാം, ബ്രദർ ഇതെല്ലാം ഒരു പ്രോബബിലിറ്റി മാത്രമാണ്, ഇതിലൊന്നും സത്യാവസ്ഥയില്ലത്, ഇതെല്ലാം ഒരു തരം പ്രോബബിലിറ്റിയാണ്. നിങ്ങൾ കണ്ണടച്ചെറിയും, കൊണ്ടു ഇല്ലെങ്കിൽ ഇല്ല. ഇങ്ങനെയാണ് പരിശുദ്ധാത്മൻ്റെ സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിലെ യുവജനങ്ങൾ വിലയിരുത്തുന്നത്. ഈ രീതിയിലാണ്. എല്ലാം ഒരു പ്രോബബിലിറ്റിയാണ്. ദൈവിക കാര്യങ്ങളെല്ലാം പ്രോബബിലിറ്റിയാണ്. നമ്മൾ പ്രാർത്ഥിക്കുക, കിട്ടിയാൽ കിട്ടി, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ദൈവത്തെ കാണുന്ന കാഴ്ചപ്പാടാണ്. അതിനവരല്ലല്ലോ കാരണം, വളർത്തിയവരല്ലേ. വളർത്തിയപ്പോൾ ഉദരത്തിലായിരുന്നപ്പോൾ കൊടുക്കാത്തതുകൊണ്ടല്ലേ വളർന്നപ്പോൾ അവർക്ക് കിട്ടാതിരുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഉദരത്തിലായിരിക്കുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്ത് നമ്മളുടെ സംരക്ഷണമാണ്, ഫിസിക്കലിയുള്ള സംരക്ഷണം ആണ് നമ്മൾ എടുക്കുന്നത്. ഈ ആത്മാവിൻ്റെ സംരക്ഷണം അമ്മ ഏറ്റെടുക്കാൻ മറന്നു പോകുന്നിടത്താണ് ആത്മാവ് ദൈവത്തിനെതിരെ തിരിയുന്ന അവസ്ഥയിലേക്ക് സാത്താൻ ആത്മാവിനെ ഉപയോഗിക്കുന്ന തലം വരുന്നത്. എന്നാലോചിച്ച് നോക്കിയേ, ഈ കാലഘട്ടത്തിലെ മക്കൾ, ഈ കഴിഞ്ഞ ദിവസം കൂടി എനിക്കിവിടെ ചങ്ങനാശ്ശേരിയിൽ വേറൊരു പള്ളിയിലൊരു ധ്യാനം ഉണ്ടായിരുന്നതാണ്, യൂത്തിൻ്റെ. 1-2 ആഴ്ചയായിട്ടുള്ളൂ, ഒരാഴ്ച മിച്ചമായിട്ടുള്ളൂ. അവിടെയും കുട്ടികൾ, ഞാൻ അവസാനം ധ്യാനമെല്ലാം കഴിഞ്ഞ് തന്നെ ധ്യാനം ഓർഗനൈസ് ചെയ്ത ആളോട് ഞാൻ ചോദിച്ചു, എന്താ ഫീഡ്ബാക്ക് കിട്ടിയോ? ഫീഡ്ബാക്ക് കിട്ടിയതിൽ ഈ കാലഘട്ടത്തിന് 1-2 പാപങ്ങൾ ബ്രദർ പറഞ്ഞവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വച്ച കുത്തരുത് എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 1-2 ആഘോഷങ്ങൾ ഒഴിവാക്കണം, 1-2 ഫുഡ് പാടില്ല എന്ന് പറഞ്ഞവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊന്നും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിലെന്താ കുഴപ്പം? എത്രയോ പേര് ഇത് കുത്തി നടക്കുന്നവർ, സുവിശേഷം പ്രസംഗിക്കുന്നവരെ ഞങ്ങൾ കാണിച്ചു തരാം എന്നവർ ഇങ്ങോട്ട് പറയുന്നു. ഇത് മാത്രമേ ഇവർക്കുള്ളൂ, ബാക്കി വിഷയമൊന്നുമില്ല. അതുമാത്രം മതിയല്ലോ സഭയ്ക്കെതിരെ നിൽക്കാൻ. അപ്പോൾ ഇവിടെ ഈശോ സ്ലീഹായിലൂടെ നമ്മളോട് പറയുന്നു, കർത്താവിൻ്റെ വാത്സല്യ ഭാജനങ്ങളായ സഹോദരരെ, ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും, വിശുദ്ധീകരണം നടക്കേണ്ടത് ആത്മാവ് മുഖേനയാണ്. മുന്നിൽ നിൽക്കേണ്ടത് ആത്മാവാണ്, ശരീരമല്ല. മുഖേന മുന്നിൽ നിൽക്കുന്ന അവസ്ഥയാണ്. മുഖേനയുള്ള വിശുദ്ധീകരണം, ആത്മാവ് മുഖേന. എന്ത് വിശുദ്ധീകരിക്കപ്പെടണം? നീ എന്ന് പറയുന്ന മനുഷ്യജന്മം പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധീകരിക്കപ്പെടുന്ന മനുഷ്യ അവസ്ഥ, പ്രിയപ്പെട്ട ദൈവജനമേ, ആത്മാവ് മുഖേന. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനെയാണ്? ശരീരത്തെയോ നിയോഗങ്ങളെയോ അല്ല, ആത്മാവിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ആത്മാവിനെ ശ്രദ്ധിക്കണം. ശരീരം ഹെൽത്തി ആവും. ശരീരത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ആത്മാവിനെ ശ്രദ്ധിക്കുക. ആത്മാവിന് വേണ്ടുന്ന സ്പിരിച്വലിയുള്ള പോഷണങ്ങൾ അതിന് കൃത്യം കൊടുത്താൽ നിങ്ങളുടെ ശരീരം നാച്ചുറലി അത് ഹെൽത്തി ആയിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, അതിന് വേണ്ടുന്നതെല്ലാം അത് തന്നെ സമ്പാദിക്കുന്നുണ്ട്, സ്വരുക്കൂട്ടുന്നുണ്ട്. അതിന് വേണ്ടുന്നതെല്ലാം അത് തന്നെ സമ്പാദിക്കുന്നുണ്ട്, കൂട്ടുന്നുണ്ട്. അതിങ്ങനെ സ്വരുക്കൂട്ടി കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്. ഞാൻ ഈയിടെ ഒരു ഡോക്ടർ ഞാൻ കാണാനിടയായപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റാണ്, കാർഡിയോ സർജൻ. അപ്പോൾ അദ്ദേഹം എന്നോട് പറയാണ്, ആക്ച്വലി ഒരു മെഡിസിനും ശരീരത്തിന് വേണ്ട ബ്രദറെ, ഒരു മെഡിസിനും വേണ്ട, ഒറ്റ മെഡിസിനും വേണ്ട. മെഡിസിൻ എല്ലാം കെമിക്കലാണ്. പിന്നെയും ആയുർവേദത്തിലാണ് പിന്നെയും കുറച്ചുകൂടെ എന്താ പറയുക, ഇലകളുടെയും മറ്റുമൊക്കെ സത്ത് എടുത്ത് അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് തരുന്നത് ആയുർവേദത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് കെമിക്കലാണ്. കെമിക്കൽ എങ്ങനെയാണ് ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത്? കെമിക്കൽ എങ്ങനെയാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്? ഇത് ഏത് രീതിയിലാണ്? നമ്മുടെ ബോഡി എന്ന് പറയുമ്പോൾ അതെന്താണ്? നമ്മുടെ ശരീരം എന്താണ്? ഇപ്പോൾ നമ്മൾ എന്താ പറയുക, പെയിന് ഉപയോഗിക്കുന്ന മെഡിസിൻ പോലും നമ്മളുടെ ബോഡി സ്വയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുന്ന ഒരു പെയിൻ കില്ലർ ഉണ്ടല്ലോ, മോർഫിനോ, അത് നമ്മുടെ ശരീരം, നമ്മുടെ ബ്രെയിൻ അത് ഓട്ടോമാറ്റിക്കലി പെയിൻ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ശരീരം തന്നെ, അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ ഒരു ഹാർട്ടിൻ്റെ ഒരു ബ്ലോക്ക്, ഒരു നെർവ് ബ്ലോക്ക് ആയാൽ
ഒരു ബൈപ്പാസ് എയർവേ ഒരു പാസേജ് അത് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഇങ്ങനെ ശരീരം അതിനെ തന്നെ ക്ലിയർ ആക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഡോക്ടർ പറയണം അതിനകത്ത് എന്തോ ഇല്ലേ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് കാണാൻ പറ്റാത്ത എന്തോ അതിനകത്തുണ്ട്. അദ്ദേഹം ക്രിസ്ത്യാനി അല്ല കേട്ടോ, ഹൈന്ദവനാ. അദ്ദേഹം പറയാം അതിനകത്ത് എന്തോ ഒന്നില്ലേ ബ്രദർ, അതിൻ്റെ അകത്ത് എന്തോ ഒന്നുണ്ട്. ആ എന്തോ ഒന്നിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ആത്മാവിൻ്റെ അവസ്ഥ. ഇത് നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കും, നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്തും, നമ്മുടെ ശരീരത്തെ ഓജസ്സുള്ളതാക്കി മാറ്റുന്ന ആത്മാവിൻ്റെ തലമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് നമ്മൾ സയൻറ്റിഫിക്കലി തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ സ്പിരിച്വലി കുറേ അടയാളങ്ങൾ സ്വർഗം നമുക്ക് തന്നിട്ടുള്ളതുണ്ട്. അതിനെ സ്വീകരിച്ചാൽ നമുക്ക് മനസ്സിലാകും. എല്ലായിടത്തും നമ്മുടെ ശരീരമല്ല പ്രിയപ്പെട്ടവരെ, എല്ലായിടത്തും നമ്മുടെ ശരീരമല്ല വർക്ക് ചെയ്യേണ്ടത്. ചിലയിടത്ത് നമ്മുടെ പ്രാർത്ഥന വേണമെങ്കിൽ ആ ചിലയിടമാണ് ആത്മാവിൻ്റെ പല തലങ്ങൾ. ആത്മാവും മനസ്സും ഹൃദയവും, ഈ 3 തലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയായിട്ട് പ്രവേശിച്ചില്ലെങ്കിൽ നമ്മൾ എങ്ങനെയെല്ലാം ഏതെല്ലാം രീതിയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കിയാലും അവിടേക്കൊന്ന് എത്തിപ്പെടാനായിട്ട് നമുക്ക് പറ്റാത്ത രീതിയിൽ നമ്മളെ ബ്ലോക്ക് ചെയ്യിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വിശുദ്ധീകരണം സാധ്യമാകേണ്ടത് ആത്മാവിലൂടെയാണ്, ആത്മവിശുദ്ധീകരണത്തിലൂടെയാണ് സർവ്വതും സാധ്യമാകേണ്ടത്. ആത്മവിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂദാശകൾ 7 ആത്മാവിനുള്ളതാണ്, ശരീരത്തിനല്ല. സഭ നമുക്ക് കൂദാശകൾ തന്നു. അതിലൊരു കൂദാശ പോലും, രോഗീലേപനം എന്ന് പറയുന്ന കൂദാശ പോലും നമ്മൾ നോക്കുമ്പോൾ രോഗിക്കാണ് ലേപനം ചെയ്യുന്നതെങ്കിലും അത് സ്പിരിച്വലി അത് ആത്മാവിന് കിട്ടുന്ന കൂദാശയാണ്. ഒരു കൂദാശയും ശരീരത്തിനില്ല. മാമോദിസ മുതൽ നിങ്ങൾ ഇങ്ങോട്ട് എടുത്തോ, എല്ലാ കൂദാശകളും ആത്മാവിൻ്റെ കൂദാശകളാണ്. ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ടപ്പോഴാണ് ശരീരം ഹെൽത്തി ആയിട്ടുള്ളൂ, ജീവിതം ഹെൽത്തി ആകുന്നുള്ളൂ. ഓരോ കൂദാശകളുടെ ഗ്യാപ്പ് നിങ്ങൾ എടുത്തു നോക്കിയേ. 7 കൂദാശകളാണ്. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതും 7 ദിവസങ്ങൾ കൊണ്ടാണ്. അതിൽ 7-ാം ദിവസം വിശ്രമ ദിവസം, അതാണ് സ്പിരിച്വലിയുള്ള അധ്വാനത്തിൻ്റെ ദിവസം. ബാക്കിയുള്ള 6 ദിവസം ഫിസിക്കലി അധ്വാനവും 7-ാം ദിവസം സ്പിരിച്വലി അധ്വാനിക്കുന്നതുമായിട്ടുള്ള ദിവസമാണ്. അപ്പോൾ 7 കൂദാശകളെ ദൈവം 7 ദിവസം സ്ഥാപിച്ചു എന്നുള്ളതാണ്. 7 കൂദാശകളെ 7 ദിവസം കൊണ്ട് കർത്താവ് സ്ഥാപിച്ചപ്പോൾ അതിൽ 7-ാമത്തെ ദിവസം സ്ഥാപിച്ച ഒരു കൂദാശ എന്ന് വേണമെങ്കിൽ നമുക്ക് വിവാഹത്തെ വിളിക്കാൻ പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ 7 കൂദാശകളെ ബലപ്പെടുത്തുന്ന 7 ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് പരിശുദ്ധ മറിയത്തിൻ്റെ 7 വ്യാകുലങ്ങളെന്ന് പറയുന്നത്. 7 കൂദാശകളെ ബലപ്പെടുത്താൻ, ബലത്തിൽ നിൽക്കാൻ അല്ലെങ്കിൽ നിലനിൽക്കാൻ മനുഷ്യനെ സഹായിക്കുന്ന ഒന്നാണ് പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങൾ. ഈ 7 കൂദാശകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ചില പാപങ്ങളാണ് ക്യാപിറ്റൽ വൈസസ് 7 മൂലപാപങ്ങൾ എന്ന് പറയുന്നത്. അത് ഓരോന്നും നിങ്ങൾ എടുത്തു നോക്കിക്കോ. 7 മൂലപാപങ്ങൾ എടുത്തു വെച്ച് നിങ്ങൾ നോക്കിക്കോ. 7 മൂലപാപങ്ങളും അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് തിരിഞ്ഞിരിക്കുന്നത് 7 കൂദാശകൾക്കാണ് എല്ലാത്തിനുപരി. അതിനുശേഷമേ അത് നമ്മളിൽ തന്നെ മാരകപാപത്തിലേക്ക് നമ്മളെ നയിക്കുകയുള്ളൂ. 7 കൂദാശകളിലേക്കാണ് 7 മൂലപാപങ്ങൾ തിരിഞ്ഞിരിക്കുന്നത്. ഈ 7 മൂലപാപങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന സമയം നിങ്ങൾ എടുത്തു നോക്കിക്കോ. നമ്മളിലേക്ക് 7 മൂലപാപാവസ്ഥകൾ കടന്നു വരുന്ന സമയം നമ്മൾ ഏറ്റവും കൂടുതൽ മാധ്യസ്ഥത തേടേണ്ടത് പരിശുദ്ധ മറിയത്തിൻ്റെ 7 വ്യാകുലങ്ങളിലാണ്. 7 മൂലപാപങ്ങൾ നമ്മളെ ഭരിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളിൽ നിലനിൽക്കുന്ന പാപമാണെങ്കിലും പിന്നീടത് നമ്മളെ ഭരിക്കും. അതായത് നമ്മളുടെ നമ്മളുടെ ഒരു മനസ്സുകൊണ്ട് നമ്മളിൽ നിലനിർത്തുന്നതാണ് ഈ 7 മൂലപാപങ്ങൾ. മാരകപാപങ്ങൾ എന്ന് പറയുന്നതിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആണത്. മാരകപാപങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന വഴിയാണ് മൂലപാപങ്ങളെങ്കിൽ ഈ മൂലപാപങ്ങൾക്ക് ചെലവിന് കൊടുക്കുന്നതാണ് ഞാനും നിങ്ങളും. ഈ മൂലപാപങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെലവിന് കൊടുത്ത് നമ്മൾ വളർത്തുന്നതാണ്, നമ്മളിൽ തന്നെ നമ്മൾ അധ്വാനിച്ച് വളം കൊടുത്ത് വളർത്തുന്ന അവസ്ഥയാണ് 7 മൂലപാപങ്ങൾ. അഹങ്കാരം മുതൽ ഇങ്ങോട്ട് നിങ്ങളെടുത്താൽ മനസ്സിലാവും, നമ്മൾ തന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ 10 കൽപ്പനകളുടെ ലംഘനങ്ങൾ എടുത്തു നോക്കിക്കോ, നമ്മൾ വളർത്തുന്നതല്ല, പക്ഷേ അതിലേക്ക് നമ്മൾ ചെന്നെത്തുകയാണ് ചെയ്യുന്നത്. 7 മൂലപാപങ്ങളോ എന്നിൽ തന്നെ നിത്യവാസം ചെയ്യുന്നതാണ്. ഒരാൾക്കും അത് എന്നിലേക്ക് നിക്ഷേപിക്കാൻ പറ്റാത്ത പാപങ്ങളുടെ പേരാണ് മൂലപാപങ്ങൾ. ഒരാൾക്ക് എന്നിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റാത്ത പാപമാണ്. ബാക്കിയുള്ള 10 കൽപ്പനകളുടെ ലംഘനങ്ങൾ നിങ്ങൾ എടുത്താലും അതിൽ മറ്റൊരാളുടെ ഒരു താല്പര്യം അല്ലെങ്കിൽ മറ്റൊരാൾ തന്ന പ്രഷറിലൂടെ എനിക്ക് പാപത്തിലേക്ക് വീഴാനുള്ള ചാൻസ് അതിലുണ്ട്.
ഉണ്ട്. ഇപ്പോൾ 1-ാം പ്രമാണം ലംഘിക്കുമ്പോൾ നീ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി, ഞാനൊരു സ്ഥലം കാണിച്ചു തരാം, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അവിടെ ചെന്ന് ഇന്നിങ്ങനെ കാര്യം ചെയ്താൽ നിനക്കെല്ലാം കിട്ടും. ഈ ഒരു സംസാരം വന്നു. ഞാൻ അതിന് പുറകെ പോയി 1-ാം പ്രമാണം ലംഘിച്ചു. അവിടെ ഒരാൾ എനിക്ക് തന്ന ഒരു പ്രലോഭനമുണ്ട്. പക്ഷേ എന്നിലുള്ള അഹങ്കാരം, എന്നിലുള്ള അസൂയ, എന്നിലുള്ള കൊതി, എന്നിലുള്ള ദ്രവ്യാഗ്രഹം, ഇത് ആർക്കെങ്കിലും എന്നിലേക്ക് ഇട്ടുതരാൻ പറ്റുമോ? ഇല്ല. ഞാൻ തന്നെയാണ് വളർത്തിക്കൊണ്ടുവന്ന് അതിനെ ഇങ്ങനെ പരിപോഷിപ്പിച്ച് എന്നിൽ അതിങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഈ 7 മൂലഭാവങ്ങൾ നിങ്ങളിലുള്ള 7 കൂദാശകളെ, പൗരോഹിത്യവും നമ്മളിലുള്ള കൂദാശ തന്നെയാണ്. കാരണം ഓരോ ബലിയർപ്പണവും ഓരോ കൂദാശകളും നമ്മൾ സ്വീകരിച്ചതും പൗരോഹിത്യം എന്ന് പറയുന്ന കൂദാശയിൽ നിന്നായതുകൊണ്ട് ഈ പൗരോഹിത്യത്തിൻ്റെ അഭിഷേകം, അധികാരമൊന്നുമല്ല, പൗരോഹിത്യത്തിൻ്റെ അഭിഷേകം പകരപ്പെടുന്നുണ്ട് നമ്മളിലേക്ക്. 7 കൂദാശകളും നമ്മിലുണ്ട് പ്രിയപ്പെട്ടവരെ. അവസാനത്തെ ആ ഒരു കൂദാശ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ലാസ്റ്റ് സാക്രമെൻ്റ്, ഈശോയുടെ തിരുശരീര രക്തങ്ങൾ കുമ്പസാരിച്ചൊരുങ്ങിയ ഒരു രോഗിക്ക് കിട്ടുന്നുണ്ട്. ഈശോ മറിയം യൗസേപ്പെ ഉച്ചരിച്ച് മരിക്കാനുള്ള കൃപ എന്നൊക്കെ നമ്മൾ പറയും പഴമയിൽ. ഈ ഒരു അവസ്ഥയിലേക്ക് അതിനെ എത്തിക്കുന്നതും ഈ പൗരോഹിത്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും നമ്മളിലുണ്ട്. ഈ 7 കൂദാശകളുണ്ട്. ഈ 7 കൂദാശകളാണ് 7 മൂലഭാവങ്ങളാണ് ഈ 7 കൂദാശകളിലേക്ക് ഓരോ അമ്പ ഇത് അതിനെ വീഴ്ത്താൻ ശ്രമിക്കും. പിന്നീട് അങ്ങോട്ട് കുമ്പസാരം നേരിട്ട് പറഞ്ഞാൽ മതി, അച്ഛൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു ഡയറക്ഷനിലേക്ക് നമ്മളെ നയിക്കും. പരിശുദ്ധ കുർബാനയ്ക്ക് പോകണമെന്നില്ല. ടി വിയിൽ കൊറോണ കാലത്ത് ഇത്രയും നാൾ ടി വി കണ്ടപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ, അത് മതി എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും. ഇങ്ങനെ എതിരിട്ട് നിൽക്കുന്ന ചിന്തകളും എതിരിട്ട് പ്രവർത്തിക്കാനുള്ള പ്രേരണകളും നമ്മൾക്ക് തന്നുകൊണ്ട് ഈ മൂലപാപങ്ങൾ നമ്മളിൽ നിലനിൽക്കും. കാരണം 7 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും ദൈവം സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് അവൻ വിശ്രമിച്ചു എന്ന് വായിക്കുന്നുണ്ട്. 7 ദിവസത്തിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു അവസ്ഥയാണ് ഉൽപ്പത്തി 1:2 നമ്മൾ വായിക്കുന്ന ആഴിക്ക് മുകളിലുള്ള അന്ധകാരം. അപ്പോൾ ഇതിൽ നിന്നാണ് സകലത്തിലെയും തുടക്കം എന്നുള്ളത്. അതിനെ നീക്കാൻ ശ്രമിച്ചില്ല. പകരം എന്ത് ചെയ്തു? ഇരുള് വെളിച്ചം രണ്ടായി. വെളിച്ചത്തെ കർത്താവ് ഇരുളിൽ നിന്നും വേർതിരിക്കുകയാണ് ചെയ്തത്. അതായത് അതിൻ്റേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കർത്താവ് കൊടുത്തു. ഇരുട്ടിൻ്റേതായിട്ടുള്ള പ്ലാറ്റ്ഫോം കൊടുത്തു. അന്ധകാരത്തിൻ്റെ മറ്റൊരു ഫോമാണ് ഇരുട്ട്. ഇരുട്ടല്ല അന്ധകാരം. അന്ധകാരം എന്ന് പറയുന്നത് ഇരുട്ടിനേക്കാൾ മാരകമാണ്. ഞാനും നിങ്ങൾ അന്ധകാരം കണ്ടിട്ടില്ല, ഇരുട്ടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അന്ധകാരത്തെ കണ്ടിട്ടില്ല. അന്ധകാരത്തിന് ഒരു ചെറിയൊരു സൗണ്ടുള്ള ഭയാനകമായൊരവസ്ഥയാണ്. അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഇരുട്ടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സന്ധ്യയായി എന്ന് പറയുമ്പോൾ ഇരുട്ട് വീണു എന്ന് നിങ്ങൾ പറയും. ഇരുട്ടൊരിക്കലും പേടിപ്പെടുത്തുന്നതല്ല. കാരണം ഇരുട്ടിനെ വേർതിരിച്ചത് വെളിച്ചത്തിൽ നിന്ന്, അല്ലെങ്കിൽ വെളിച്ചവും ഇരുളും രണ്ടും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തതുകൊണ്ട് ഇരുട്ടിനു മുകളിൽ പകലിൻ്റെ ആധിപത്യം എങ്ങനെയൊക്കെയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇരുട്ടിനെ നമുക്ക് ഭയം തോന്നില്ല, വളരെ ചുരുക്കം പേരിലല്ലാതെ. ആ ഇരുട്ടിനോട് നമുക്ക് മറ്റൊന്നും തോന്നാറില്ല. പക്ഷേ അന്ധകാരം എന്ന് പറയുന്ന അവസ്ഥ മറ്റൊന്നാണ് പ്രിയപ്പെട്ടവരെ. ഇത് ഉൽപ്പത്തി 1:2 ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സൃഷ്ടിച്ചു എന്ന് പറയാതെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരേ ഒരു ഘടകം അന്ധകാരം മാത്രമാണ്. ഉണ്ടായിരുന്നു, അതായത് വ്യാപിച്ചിരുന്നു. ദൈവം ഒന്നും ചെയ്തില്ല, തരം തിരിച്ച് മാറ്റി നിർത്തപ്പെട്ടു. അത്രയേ ഉള്ളൂ. തരം തിരിച്ച് മാറ്റി നിർത്തപ്പെട്ടു. അതിൻ്റേതായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം കർത്താവ് കൊടുത്തു. അതിന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പലരും ഈ കാലഘട്ടത്തിൽ ആ പ്ലാറ്റ്ഫോമിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇന്ന് നമ്മളെടുത്ത് നോക്കിയേ, എല്ലാ ജോലിയും നൈറ്റാണ്. എല്ലാവരും ഇപ്പോൾ എൻജോയ് ചെയ്യുന്നത് നൈറ്റ് ലൈഫാണ്. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം നൈറ്റിൽ കറങ്ങി നടക്കാനാണ്. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് പകരം ഉണർന്നിരുന്ന് സിനിമയ്ക്ക് പോകണമെങ്കിലും സെക്കൻഡ് ഷോന് പോവാം. എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ച് രാത്രി ഇരിക്കും. ഏറ്റവും അവസാനം ഫോൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് കിടന്നുകൊണ്ടാണ്. ഫോൺ എടുക്കുന്നത് തന്നെ റിലാക്സ് ചെയ്ത് ഫോൺ എടുക്കുന്നത് കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത്, ആ ഒരു സമയത്തിലേക്ക് പോകുന്നതിന് മുൻപാണ്. അത് ചിലപ്പോൾ വെളുപ്പിന് 4 മണി വരെ വരുമെന്നാണ് ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. ഇങ്ങനെ നൈറ്റ് ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ അന്ധകാരത്തിൻ്റെ ആധിപത്യം നമ്മളിൽ ക്രമേണ വർദ്ധിച്ചു വന്നു എന്നുള്ളതല്ലേ. നമ്മുടെ തലമുറകളെന്ന് എടുത്തു നോക്കിയേ, അവർ പകൽ മുഴുവൻ അധ്വാനിച്ച് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങിയ ഒരു കാലഘട്ടമുണ്ട്. അന്നും മനുഷ്യർ ജീവിച്ചു.
ഒരു കുഴപ്പം അവർക്കുണ്ടായില്ല. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിരുന്നു. അവരുടെ അധ്വാന ഫലം അവർ അനുഭവിച്ചു. അവർക്ക് രോഗങ്ങൾ കുറവായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴോ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ എടുത്താൽ അവർക്ക് പല ഷിഫ്റ്റ് മാറി. അതായത് സ്ഥിരത കൊടുക്കുന്നില്ല. അരൂപി മനുഷ്യൻ്റെ ജീവിതത്തിന് സ്ഥിരത കൊടുക്കത്തില്ല. അത് ഫിസിക്കലിയും സ്പിരിച്വലിയും സ്ഥിരത നഷ്ടപ്പെടുന്ന ജോലി മേഖലയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, നമ്മുടെ മക്കളും തിരഞ്ഞെടുക്കുന്നത്. അത് ഹോസ്പിറ്റലാണെങ്കിലും നേഴ്സാണെങ്കിലും ഡോക്ടേഴ്സാണെങ്കിലും അവരുടെ ജോലിയിൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അത് മാറിക്കൊണ്ടിരിക്കുക. കാരണം അതങ്ങനെയാണ്, കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന പുരോഗമന ചിന്തകളൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. അതിനപ്പുറം പ്രവർത്തിക്കുന്ന അരൂപികളുടെ പ്രവർത്തനമുണ്ട് ഇതിനകത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഫോമിനെ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം. ഈ സ്പിരിറ്റിൻ്റെ ഫോം നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം. എല്ലാം ഓക്കെ ആണെന്ന് പറയല്ലേ, തെറ്റാണേ. അത് പൈസയ്ക്ക് വേണ്ടിയിട്ട് എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്യല്ലേ, തെറ്റാണേ. എല്ലാം കോംപ്രമൈസ് ചെയ്യും, കാരണം ഇതിൽ കൂടുതൽ കിട്ടും എന്നുള്ളതല്ല കോംപ്രമൈസിന് എടുക്കേണ്ടത്. മറിച്ച് ഇതിന് പരിശുദ്ധ കുർബാനയ്ക്ക് എന്നെ അനുവദിക്കുന്നു എന്ന് പറയുന്ന എന്താ പറയുക, ഒരു ടൈം ഷെഡ്യൂള് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പരിശുദ്ധ കുർബാന നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സ്കെഡ്യൂൾ ചെയ്യുമ്പോൾ ഈ സ്കെഡ്യൂൾ ചെയ്യണതിൽ പരിശുദ്ധ കുർബാന അതിന് നിങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റിൽ ഫസ്റ്റ് ഇടണം. അത് പരിശുദ്ധ കുർബാന സ്കെഡ്യൂൾ ചെയ്യുന്നതിൽ പരിശുദ്ധ കുർബാനയായിരിക്കണം ഫസ്റ്റ് വരേണ്ടത്. ഈ സ്കെഡ്യൂൾ ചെയ്യുന്ന കാര്യത്തിൽ പരിശുദ്ധ കുർബാനയെ ഒഴിവാക്കി നിങ്ങൾ എന്ത് സ്കെഡ്യൂൾ ചെയ്താലും അത് നിങ്ങൾക്ക് വിജയം കാണാൻ പറ്റില്ല. അതിലൊന്നിനും നിങ്ങൾക്ക് വിജയം കിട്ടുകയില്ല, നിങ്ങളെങ്ങും എത്തുകയില്ല, ഒരിടത്ത് നിങ്ങളെത്താൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, യേശുവിന് 1-ാം സ്ഥാനം, അവൻ്റെ തിരുശരീര രക്തങ്ങൾക്ക് 1-ാം സ്ഥാനം, എൻ്റെ ആത്മാവിലും എൻ്റെ ശരീരത്തിലും. അതിനുശേഷം മതി ലോകത്തിൻ്റേതായിട്ടുള്ളതെല്ലാം. അതാണ് ഇവിടെ ശ്ലീഹ പറയുന്നത്. ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും 2 സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യ ഫലമായി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു. സത്യത്തിൽ വിശ്വാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിശ്വാസം ഈസ് റിലേറ്റഡ് ടു ട്രൂത്ത്. വിശ്വാസത്തെ സത്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുക. സത്യത്തിൽ ഉള്ള വിശ്വാസം, സത്യം എന്താ? ക്രിസ്തുവാണ്. വിശ്വാസമോ ക്രിസ്തു തന്നെയാണ്. സത്യത്തിലുള്ള വിശ്വാസം എന്താണ്? ആഴമേറിയ വിശ്വാസം എന്നേ മീനിങ് വരുന്നുള്ളൂ. ആഴമേറിയ വിശ്വാസം, സത്യം ഡെപ്ത് ഉള്ളതാണ് പ്രിയപ്പെട്ടവരെ. വിശ്വാസം സത്യവുമായിട്ട് കണക്റ്റഡ് ആണ്. കാരണം വിശ്വാസമില്ലെങ്കിൽ സത്യം നിലനിൽക്കില്ല എന്നുള്ളതാണ്. വിശ്വാസമില്ലെങ്കിൽ സത്യം നിലനിൽക്കില്ല. എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇതാണ് എൻ്റെ വിശ്വാസം, ഇത് സത്യമാണ്. പക്ഷേ എനിക്ക് എൻ്റെ അപ്പനിലും അമ്മയിലും വിശ്വാസമില്ല, ഇവരെന്നെ എടുത്തു വളർത്തുകയാണ്. വിശ്വാസം, സത്യത്തിന് വിശ്വാസം വിലങ്ങുതടിയായി മാറി. അപ്പോൾ സത്യം നിലനിൽക്കുന്നില്ല വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വിശ്വാസമാണ് സത്യം. എന്താണ്? ഇതെൻ്റെ അപ്പനും അമ്മയാണ്, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ എപ്പോഴോ ഒരു സംശയം ഫോം ചെയ്തു, ഇതെൻ്റെ അപ്പനും അമ്മയാണോ? ഇവരുടെ പെരുമാറ്റം എങ്ങനെ, എന്താ എന്നോട് ഇങ്ങനെ? ആ ഒരു ചിന്ത വന്നപ്പോൾ ഈ സത്യത്തെ ഞാൻ അവിശ്വസിക്കാൻ തുടങ്ങി. ഇതെൻ്റെ അപ്പനും അമ്മയാണെന്ന് തോന്നുന്നില്ല. സത്യത്തിനെതിരെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ സത്യത്തിലുള്ള വിശ്വാസമൊന്നും സ്ലീഹ പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിനെതിരിട്ട് തുടങ്ങും. അതിന് ദൈവം സ്ഥാപിച്ചതെല്ലാം സത്യങ്ങളാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സ്ഥാപിച്ച കൂദാശകൾ, ഭാര്യ ഭർത്താവ്, സത്യമാണ്. ഇതിനിടയിൽ സ്ഥാപിക്കപ്പെട്ട അവിഹിതം അത് അസത്യമാണ്. പക്ഷെ വിശ്വാസം സത്യത്തോടുള്ള അവിഹിതം എന്ന് പറയുന്ന അസത്യത്തോടാണ് വിശ്വാസം കിടക്കുന്നത്. വിശ്വാസം അസത്യത്തോട്, വിശ്വാസം അസത്യത്തോട് താല്പര്യം. അപ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ തലം എവിടെയാണ് കിടക്കുന്നത്? സത്യത്തിലല്ല വിശ്വാസം. എനിക്കിഷ്ടമുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് വിശ്വാസ പ്രഖ്യാപനത്തിന് എതിരായിട്ടുള്ള സാത്താൻ്റെ ആധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏക സത്യ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ആണയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഏക സത്യ ദൈവത്തിൻ്റെ പ്രകടമായിട്ടുള്ള അവസ്ഥ ഏതാണ്? 7 കൂദാശകൾ. അതിലേത് കൂദാശയാണ് വീടിലുള്ളത്? ദാമ്പത്യ ബന്ധമാണ്, വിവാഹമാണ്. ഏക സത്യ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇവനിൽ ഇവളിൽ ഞാൻ വിശ്വസിക്കണ്ടേ? അതിലെനിക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ തള്ളിപ്പറയുന്ന വിശ്വാസ സംഹിത ഏതാണ്? ഏക സത്യ ദൈവം എന്ന് പറയുന്ന അവസ്ഥയാണ്. ഏക സത്യ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ എല്ലാ അവസ്ഥകളിലും വിശ്വസിക്കണം. ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കുന്നതാണ് വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ 12 തവണ
ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്നുണ്ട്. പക്ഷേ ഈ 12 തവണ ഏറ്റുപറയുന്ന കാര്യങ്ങളിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ എന്നതിനർത്ഥമില്ല. അതിൻ്റെ എല്ലാ അവസ്ഥകളിലും ഞാൻ വിശ്വാസമർപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് വിശ്വാസ പ്രഖ്യാപനം അഥവാ വിശ്വാസ പ്രമാണം. നിക്യ വിശ്വാസ പ്രമാണമുണ്ട്, നമ്മൾ സാധാരണ ചെല്ലുന്ന വിശ്വാസ പ്രമാണമുണ്ട്. അപ്പോൾ നിക്യ AD 325 നിക്യായിൽ കൂടിയ സുനഹദോസിൽ രൂപപ്പെട്ട വിശ്വാസ പ്രഖ്യാപനം, വിശ്വാസ പ്രമാണം നമ്മൾ ഔദ്യോഗികമായിട്ട് പരിശുദ്ധ ബലി മധ്യം നമ്മൾ ചൊല്ലുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, അതിൽ കുറേ കൂടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അല്ലാതെ നമ്മൾ സാധാരണ ജപമാലയോട് ചേർത്ത് ചൊല്ലുന്ന വിശ്വാസ പ്രഖ്യാപനവും പ്രമാണവും ഉണ്ട്. നമ്മൾ ചെല്ലുന്നതിലെല്ലാം ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഒരു ഒരു റോക്കറ്റ് വിട്ട സ്പീഡിലാണ് നമ്മൾ ചൊല്ലി തീർക്കുന്നത്. പക്ഷേ ഒരു വിശ്വാസം ഇല്ല. ഇത് നമ്മൾ ചെല്ലുന്നതാണ് വിശ്വാസ പ്രഖ്യാപനം. കാരണം അക്ഷരങ്ങളോ അതിൻ്റെ അർത്ഥങ്ങളോ മനസ്സിലാക്കാതെ വാചാലത മാത്രമേ അതിന് പുറകിലുള്ളൂ. ഇവിടെ ശ്ലീഹ പഠിപ്പിക്കുന്നു, സത്യത്തിലുള്ള വിശ്വാസത്താൽ നിങ്ങളെ രക്ഷയിലേക്ക് ഉള്ള ആദ്യ ഫലമായി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. ആദ്യ ഫലം അതായത് ദൈവത്തിലുള്ള ആദ്യ ഫലം, അതായത് കർത്താവ് നമ്മെ ഉരുക്കി വാർത്തെടുത്തിരിക്കുന്ന അവനോട് ചേർത്തിരിക്കുന്ന ഒരു ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരവസ്ഥ പിന്നീട് വന്നൊരവസ്ഥയാണ് നമ്മളെ സംബന്ധിച്ച്. നമ്മളിൽ ആദ്യ ഫലം എന്ന് പറയുന്ന ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്വമുണ്ട്. ഈ ദൈവത്തെ നമ്മൾ കണ്ട് അതിൽ നിന്ന് നമ്മൾ രുചിച്ചറിഞ്ഞതാണ് ബാക്കിയുള്ള ഫലങ്ങളെല്ലാം, പ്രിയപ്പെട്ടവരെ. കാരണം പിതാവായ ദൈവം സ്ഥാപിച്ച ഈ ലോകം നിലനിൽക്കെ അവനെല്ലാം നല്ലതായി കണ്ടു എന്ന് പറയുന്ന ത്രിയേക ദൈവത്തിൻ്റെ ആ ഒരു ലോകാവസ്ഥ പിന്നീട് അങ്ങോട്ട് പാപത്തിൻ്റെ ആധിപത്യം കയറി വന്നപ്പോൾ പ്രവാചക ദൗത്യം എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. പ്രവാചകന്മാരെല്ലാം വന്നു, പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടും പാപത്തിൽ നിന്ന് പിന്മാറിയില്ല. അവസാനത്തെ പ്രവാചകൻ സ്നാപകൻ വരെ ഇതെല്ലാം ചെയ്തു. സ്നാപകൻ വധിക്കപ്പെട്ടതിന് ശേഷമാണ് കർത്താവ് പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവസാനത്തെ പ്രോഫറ്റ്, അവസാനത്തെ പ്രവാചകൻ കൂടെ കൊല്ലപ്പെട്ടതിന് ശേഷമേ ഈശോ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. അതുവരെ കർത്താവ് വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതുവരെ കർത്താവ് വെയിറ്റ് ചെയ്തു. 30 വർഷക്കാലം ഈശോ എവിടെയായിരുന്നു, പ്രിയപ്പെട്ടവരെ? 30 വർഷക്കാലം, 3 വർഷം കൊണ്ടേ കർത്താവ് മൊത്തം നേടിയെടുത്തത് 3 വർഷമേ ഉപയോഗിച്ചിട്ടുള്ളൂ. 30 വർഷം കർത്താവ് എവിടെയായിരുന്നു? അമ്മയോട് കൂടെ ആയിരുന്നു, തിരുക്കുടുംബത്തിലായിരുന്നു. ഇത് നമ്മൾ വിശ്വസിക്കുന്നു, ഇത് നമ്മൾ സഭ പഠിപ്പിച്ചത് നമ്മൾ ഫോളോ ചെയ്യുന്നു. ഈ 30 വർഷക്കാലത്തെ ക്രിസ്തു ഏതവസ്ഥയിൽ എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളും അമ്മയ്ക്കും അപ്പനും കീഴ്വഴങ്ങി ഒരു കുടുംബത്തിൽ താമസിക്കുന്ന പോലെയാണോ ഈശോ പോയിരുന്നത്? എന്താണ് അതിൻ്റെ പുറകിലുള്ള സത്ത? അപ്പോൾ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. 2, അവസാനത്തെ പ്രവാചക ദൗത്യം എന്ന് പറയുന്ന സ്നാപകൻ്റെ ശിരച്ഛേദം പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അവിടെ നിന്ന് തുടങ്ങേണ്ടതുണ്ട് ക്രിസ്തുവിൻ്റെ പരസ്യജീവിതം. അവിടെ നിന്നാണ് ക്രിസ്തുവിൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത്. അതിൻ്റെ കാരണം എടുത്തു നോക്കിയേ. ഹെറോദിയ എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരിഷ്ടം പൂർത്തിയാക്കാൻ അവൾ മകളെ കൊണ്ട് വിട്ട് ചോദിപ്പിച്ചത് എന്താ? സ്നാപകൻ്റെ ശിരസ്സാണ്. സ്നാപകൻ്റെ ശിരസ് വേണം. ആരെങ്കിലും ചോദിക്കുമോ? മകൾക്ക് എന്തോരം കാര്യങ്ങൾ ചോദിക്കാം. അവൾ പ്രസാദിപ്പിച്ചത് ഏതാണ്? ഏതിനെയാണ്? ഏതുപയോഗിച്ച് അവൾ പ്രസാദിപ്പിച്ചത്? നൃത്തം എന്ന് പറയുന്ന ഒരു കലാരൂപത്തെ അവൾ അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ നൃത്തം സ്പിരിച്വലി ഒരുവിധം നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരും നൃത്തത്തെ, ഡാൻസിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. അത് ശരിക്കും നമ്മുടെ വിശ്വാസത്തിനെതിരെന്നുള്ളതാണ് പഠനങ്ങളിൽ കിടക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ നിങ്ങളെന്നെ തല്ലി കൊല്ലുന്നത് കൊണ്ട് അതിലേക്ക് ഞാൻ പോകാത്ത. നൃത്തം നമ്മളെ സംബന്ധിച്ച് പെർമിസിബിൾ അല്ല, നമുക്ക് പാടില്ല. ഒരു ഡാൻസും പാടില്ല. അതിന് സഭയിൽ വേദപാരംഗതന്മാർ എഴുതി വെച്ച അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ബുക്ക് റെഫർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. തോമസ് അക്വീനാസ് പറഞ്ഞതും വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞതൊക്കെ നല്ല ഭംഗിയായിട്ട് അവരുടെ ബുക്കുകളിലുണ്ട്. നിങ്ങൾ ആ ബുക്കുകൾ എടുത്ത് വായിക്കുക, ഓൺലൈനിൽ ലഭ്യമാണ്. അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈവിൾ സ്പിരിറ്റിൻ്റെ മറ്റൊരു ഫോമാണ് ഡാൻസ്. ക്രിസ്തു വന്നപ്പോൾ ഏറ്റവും അവസാനത്തെ പ്രവാചകൻ കൊല്ലപ്പെടാൻ ഈവിൾ സ്പിരിറ്റ് യൂസ് ചെയ്ത ഫോം ഡാൻസാണ്. കാരണം ഈ ഡാൻസിലൂടെയാണ് അവൾ രാജാവിനെ, ലോകത്തിൻ്റെ അധിപതിയെ പ്രസാദിപ്പിക്കാൻ സാത്താൻ അവളിൽ പ്രേരണ കൊടുത്ത ഫോമാണ് ഡാൻസ് എന്ന് പറയുന്ന ഫോം. ഇതിലൂടെ അവൾ അതിന് പ്രേരണ കൊടുത്ത ഡാൻസിൻ്റെ ഫോമിലൂടെ അവൾ തൃപ്തി നേടിക്കൊടുത്തു. ഒരു ഡാൻസ് നമുക്ക് എന്ത് തോന്നാനാ?
എന്തൊരു തൃപ്തി കിട്ടാണ്. ഒരു ഡാൻസിൽ ഒരു രാജാവ് വീഴോ, എന്ത് വേണമെങ്കിലും ചോദിച്ചോ, എൻ്റെ രാജ്യത്തിൻ്റെ പകുതി വേണമെങ്കിൽ ഞാൻ നിനക്ക് തരാം എന്ന് പറയുമോ? ഇത്രയും പൊട്ടനാണോ? ഇത്രയും പൊട്ടനാണോ? ആ പൊട്ടത്തരം ഉണ്ടെങ്കിൽ പോലും ശിരസ് ചോദിച്ചാൽ അപ്പോൾ തന്നെ മുറിച്ച് കൊടുക്കുമോ? പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ ഒരു കോമൺ സെൻസിലൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനകത്തൊക്കെ എവിടേക്ക് ഒരു ചേരായിക നമുക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷേ സത്യമാണ്. കാരണം ഇതെല്ലാം പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ ലിസ്റ്റിൽ പെടേണ്ട സംഭവങ്ങളാണ്. അതുകൊണ്ട് അതിലൂടെ മറ്റൊരു തലമുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഡാൻസ് കളിച്ചതും തല വെട്ടിയതും തളികയിൽ വെച്ചതും എല്ലാം അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് വന്നാൽ അത് നിങ്ങൾക്ക് കറക്റ്റ് കർത്താവിൻ്റെ പീഡാസഹനവുമായിട്ട് കണക്റ്റഡ് ആണ്. അതെല്ലാം ഈശോയുടെ പീഡാസഹനവുമായിട്ട് കണക്റ്റഡാണ്. ആ ഈശോയുടെ പീഡാസഹനവുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഈ 12 വലിയ പ്രവാചകരും 4 ചെറിയ പ്രവാചകരും എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകണം. അങ്ങനെ പോയി അവസാനത്തെ പ്രവാചക ദൗത്യം എന്ന് പറയുന്ന സ്നാപകനിൽ എത്തിയാലേ ഇത്രയും പ്രവാചക ഗ്രന്ഥങ്ങൾ നിങ്ങൾ റെഫർ ചെയ്യണം. ബൈബിളിലുള്ള പ്രവചന പുസ്തകങ്ങളെല്ലാം റെഫർ ചെയ്ത് അവസാനമേ സ്നാപകൻ്റെ കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ എടുക്കാൻ പാടുള്ളൂ. ഇത്രയും പഠിച്ച് അവസാനം സ്നാപകൻ്റെ രക്തസാക്ഷിത്വത്തെ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം പിടികിട്ടും. ഈശോയുടെ മുഴുവൻ പീഡാസഹന ചരിത്രമാണല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആകും. ഈശോയുടെ മുഴുവൻ പീഡാസഹന ചരിത്രമാണല്ലോ ഇത് എന്നുള്ളത് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാകും. തിമിംഗലത്തിനകത്ത് 3 ദിവസത്തെ ഒരു താമസം ഒരു പ്രവാചകന് കർത്താവ് അനുവദിച്ചു കൊടുത്തു. ഈ 3 ദിവസം തിമിംഗലം ഇദ്ദേഹത്തെ കൊണ്ടു നടന്നു. 3 ദിവസത്തേക്ക് കൊണ്ടു നടന്നു. ഇതും നമ്മൾ അറിയാവുന്നത് തന്നെയാണെങ്കിൽ ഇതുപോലെ നമ്മളപ്പോൾ ഈശോയുടെ 3 ദിവസം കഴിഞ്ഞുള്ള ഉത്ഥാനത്തെ നമ്മളതിൽ നിന്ന് ഒറ്റയടിക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഒരു സൈൻ കിട്ടും. ബൈബിൾ വായിക്കുമ്പോൾ 2 തരത്തിലുള്ള വിഷൻസാണ് സ്വർഗം നമുക്ക് തരുന്നത്. ഒന്ന് ഡയറക്റ്റ്ലി വായിച്ചു, നീ പാപം ചെയ്യരുത്, ഓക്കെ, ചെയ്യില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഒരു കാഴ്ചപ്പാടുണ്ട് ബൈബിളിൻ്റെത്. അത് സ്പിരിച്വലി കിട്ടുന്നൊരു റെവലേഷനാണ്. അതിൻ്റെ അകത്ത് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ നീ പാപം ചെയ്യരുത് എന്ന് പറയുമ്പോൾ പാപം എന്താണെന്നുള്ളത് പഠിക്കാനുള്ളൊരു പ്രേരണ നമുക്ക് തരും. ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു പ്രേരണ തരും. പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് തന്ന കൃപ, കർത്താവ് നമുക്ക് തന്ന കൃപ എന്താണെന്നറിയോ? പാപത്തെ തിരിച്ചറിയാനുള്ള കൃപയാണ് സ്വർഗം നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും പാപം തിരിച്ചറിയാൻ ദൈവം ഒരു വിവേചനം, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് വിവേചിച്ചറിയാൻ ദൈവം തന്നിരിക്കുന്ന കൃപയാണ് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് അവനിലുള്ള കൃപ എന്ന് പറയുന്നത്. കാരണം ഇത് ഏദൻ തോട്ടത്തിൽ സ്ഥാപിച്ച കൃപയാണ്. നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള വൃക്ഷം, അതിൻ്റെ ഫലം എന്ന് പറഞ്ഞുകൊണ്ട് ഏദനിൽ സ്ഥാപിച്ച കൃപയുടെ വൃക്ഷമാണ് പ്രിയപ്പെട്ടവരെ. അത് കൃപയുടെ വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? നന്മയും തിന്മയും നിനക്ക് തിരിച്ചറിയാവുന്ന ഒരു വൃക്ഷത്തെ ദൈവം നട്ടുപിടിപ്പിച്ചപ്പോൾ ഈ വൃക്ഷം, പ്രിയപ്പെട്ട ദൈവജനമേ, മനുഷ്യന് പതനത്തിന് കാരണമായപ്പോൾ അവനിലുള്ള കൃപ അവൻ നഷ്ടപ്പെടുത്തി. എന്ത് കൃപയായിരുന്നു അതിനു മുമ്പ് അവനിലുണ്ടായിരുന്നത്? ഈ വൃക്ഷത്തിൻ്റെ ഫലം ഭുജിക്കുന്നതിന് മുൻപ് അവനിലുണ്ടായിരുന്ന കൃപയാണ് നന്മ ഏത് തിന്മ ഏത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ജീവൻ്റെ വൃക്ഷം. ആ നന്മയും തിന്മയും അവനിലുള്ള ദൈവത്വം എന്ന് പറയുന്ന ഒരവസ്ഥ അവനിൽ നിറഞ്ഞു നിന്നിരുന്നു. ദൈവത്വം എന്ന് പറയുന്ന ഒരവസ്ഥ അവനിൽ നിറഞ്ഞു നിൽക്കുക. ഒരു പാപം ചെയ്തിട്ടില്ല, പാപം ചെയ്യിക്കാൻ ആരുമില്ല അവിടെ. പാപപ്രലോഭനങ്ങൾ പോലും എന്താണെന്നറിയില്ല. നഗ്നരായിരിക്കെ നഗ്നതയിലാണെന്ന് അവന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവനിൽ ദൈവത്വം ഉണ്ട്. അത്രയും അവനിങ്ങനെ കൃപയിൽ നിൽക്കുന്ന സമയത്താണ് അവൻ ഈ പാപം ചെയ്തപ്പോൾ കർത്താവ് ഏദൻ തോട്ടത്തിൽ ഉലാത്തുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ പോയില്ല. എന്താ കാരണം? ഞാൻ നഗ്നനാണെന്നാണ് ദൈവത്തോട് പറഞ്ഞത്. നീ നഗ്നനാണെന്ന് എന്നോട് ആര് പറഞ്ഞു? കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞ പഴം നീ കഴിച്ചോ? ദൈവം ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതാണ്. മരമാണ്. മരത്തിൽ നിന്നാണ് സകലത്തിൻ്റെ തുടക്കമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ മരം, ഇതേ മരമാണ് സക്കയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത്. സക്ക കയറിയ മരം
നമ്മൾ കണ്ടു സഖ്യ കയറുന്ന മരത്തിൻ്റെ പ്രത്യേകത എന്താണ്? സഖ്യവൂസ് കയറിയ മരം സിക്കമൂറാണ്. സിക്കമൂർ മരം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ വൃക്ഷം ആണ് സിക്കമൂർ മരം എന്നറിയപ്പെടുന്നത്. പാവപ്പെട്ടവൻ്റെ വൃക്ഷം എന്നാണ് സിക്കമൂർ മരം അറിയപ്പെടുന്നത്. പാവപ്പെട്ടവൻ്റെ വൃക്ഷമാണ്. സഖ്യവൂസ് ആരാ? ധനികനും ചുങ്കക്കാരിൽ പ്രധാനിയുമാണ് പാവപ്പെട്ടവൻ്റെ വൃക്ഷത്തിൽ കയറിയിരിക്കുന്നത്. അവിടെ തന്നെ ഒരു കോൺട്രവേഴ്സി ഉണ്ട്, അവിടെ തന്നെ ഒരു ചേരാത്തൊരവസ്ഥയുണ്ട്. അവിടെ നിന്നാണ് സഖ്യ താഴെ ഇറങ്ങുന്നതും ക്രിസ്തു ഭവനത്തിൽ പ്രവേശിക്കുന്നതും രക്ഷ കൈവരുന്നതും അവൻ സകലതും വിട്ടുകൊടുക്കുന്നതും. അവിടെ നിന്ന് അങ്ങോട്ട് വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് സഖ്യവൂസ് ഉയർത്തപ്പെട്ടപ്പോഴാണ് പറഞ്ഞത്, ഇവനും അബ്രഹാത്തിൻ്റെ പുത്രനാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപ. ചില മരങ്ങൾ നമുക്ക് വിരുദ്ധമാണെങ്കിൽ ചില മരങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. ചില മരങ്ങൾ നമുക്ക് വിരുദ്ധമായിട്ടുള്ളതാണെങ്കിൽ ചില മരങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധ കുരിശുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ, ഒരു ചരിത്രം പഴയത് കിടക്കുന്നുണ്ട്. കഥയാണോ ചരിത്രമാണോ, ഉള്ളതാണോ ഇല്ലാത്തതാണോ അറിയില്ല. ചരിത്രത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് കർത്താവിൻ്റെ കുരിശ് പണിതത് ജോസഫ് എന്ന് പേരായിട്ടുള്ളൊരു മരപ്പണിക്കാരനാണ്, ഔസേപ്പിതാവല്ല. അദ്ദേഹം ഈ കുരിശ് പണിതപ്പോൾ ഈ കുരിശ് പണിതത് അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടിയിട്ടല്ല, പകരം അദ്ദേഹത്തിൻ്റെ മകളെ ദുരുപയോഗിച്ച് കൊലപ്പെടുത്തിയ ഒരാൾ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുക. അയാളെ കുരിശിൽ തറച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് കുരിശ് പണിത് കൊടുത്തത് ദുരുപയോഗിക്കപ്പെട്ട പെൺകുട്ടിയുടെ പിതാവ് ജോസഫ് ആയിരുന്നു. അതുകൊണ്ട് മകളോടുള്ള അയാൾ സ്നേഹനിമിത്തം മകളെ കൊന്നവനോടുള്ള പ്രതികാരമായി ഈ കുരിശ് ഏറ്റവും ഭാരമുള്ള തടി കൊണ്ട് അദ്ദേഹം നിർമ്മിച്ച് ആ കുരിശിന് വീണ്ടും വെയിറ്റ് കൂട്ടാനായിട്ട് എന്തെല്ലാം അതിൽ ചെയ്യാൻ പറ്റുമോ അത്രയും ഭാരം കൂട്ടി നിർമ്മിച്ച കുരിശാണ്. പക്ഷേ ന്യായാധിപൻ ചോദിക്കുന്നുണ്ട്, ആരെ വിട്ടു തരണം? ഇവനെ വിട്ടു തരണമോ, ബറാബാസിനെ വിട്ടു തരണമോ, യേശുവിനെ എന്ന് വിളിക്കുന്ന ഇവനെ വിട്ടു തരണമോ? യഥാർത്ഥത്തിൽ ബറാബാസാണ് ഇയാളുടെ മകളെ കൊന്നത്. അതുകൊണ്ട് ബറാബാസിന് ഈ കുരിശ് കിട്ടും എന്നുള്ള ഒരു ആ ഒരു ആവേശത്തിലാണ് അദ്ദേഹം ഭാരം കൂടിയ കുരിശ് നിർമ്മിച്ചു കൊടുക്കുന്നത്. ആ പാപം, ബറാബാസിൻ്റെ പാപം ആ കുരിശോടുകൂടെ ഏറ്റെടുത്തവൻ്റെ പേരാണ് കർത്താവായ ഈശോ മിശിഹ. ആമേൻ, ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ കുരിശിൽ പോലും ഒരു ചരിത്രത്തിൻ്റെ ബാക്കി കിടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിനക്ക് വേണ്ടി പാപം നിർമ്മിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ പാപ സാഹചര്യങ്ങളോടുകൂടെ നിന്നെ ഏറ്റെടുക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ഈശോ മിശിഹായ. വേറെ എങ്ങനെ ചെന്നാലും അത് കിട്ടൂല. അതുകൊണ്ട് അവനോട് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു നിലവാരം ഉണ്ടാവണം. കാരണം അവൻ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ചവനാണ്. എല്ലാം പ്രൊവൈഡ് ചെയ്തവനല്ല ക്രിസ്തു. നമുക്കെല്ലാം പ്രൊവൈഡ് ചെയ്ത് ഒരു കർത്താവ് അങ്ങനെ ഒരു ഇതല്ല. നമ്മൾ കർത്താവിനെ കാണുന്നതെന്നറിയോ, ഒരു കസ്റ്റമർ കെയർ യൂണിറ്റ് ആയിട്ടാണ്. ഇത് തീർന്നു, വേഗം വരട്ടെ, ഉടനെ വിളിക്കുക കസ്റ്റമർ കെയറിലേക്ക്. കർത്താവേ ഇത് കംപ്ലീറ്റായി, ഉടനെ തിരിച്ചെത്തണം, ഇപ്പോൾ കൊണ്ടുവരണം. നമ്മൾ ഈ ആമസോണിലേക്കൊക്കെ ഓർഡർ ചെയ്യണ പോലെ ഈശോയിലേക്ക് ഓർഡർ ചെയ്യണം. അപ്പോൾ തന്നെ ആ നമ്പറിൽ വിളിച്ച് സാധനം എത്തിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്യുന്ന എന്താണ്? പ്രാർത്ഥന എന്ന് പറയുന്ന മൂല്യം അതിന് വേണ്ടി പേ ചെയ്യുകയാണ്. നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് പേ ചെയ്തു, അത് കിട്ടി, അതുകൊണ്ട് നമ്മൾ തൃപ്തി അടയുകയാണ്. കർത്താവ് കസ്റ്റമർ കെയർ സർവീസ് നടത്തുന്ന ഒരു വ്യക്തിയല്ല, ഒരു ആമസോൺ പ്രോഡക്റ്റ് അല്ല ക്രിസ്തു. അതിനെ നമ്മൾ കാണേണ്ടത് സകലത്തിൻ്റെയും മുകളിലെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. അവനാണ് സർവാധിപൻ, സർവജ്ഞൻ, സർവശക്തൻ, സർവവ്യാപി എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ അവനോട് ചോദിക്കുന്നതിലൊരു നിലവാരമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈശോ എന്തോരം സന്തോഷിക്കും. അതാണ് ഈശോ ഇവിടെ ഈ പറയുന്നത്. നമ്മൾ ചോദിക്കുന്നതിലുള്ള നിലവാരം. ക്രിസ്തു രക്ഷയുടെ ദിവസത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നീ ഇപ്പോൾ ദുരുപയോഗിച്ച് നശിപ്പിച്ച് കളയല്ലേ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കട്ടെ, നിലനിൽക്കട്ടെ. അതിനെ പകർന്നു കൊടുക്കാനുള്ളതാണ്, സൂക്ഷിക്കാനുള്ളതല്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും നിലനിൽക്കുന്ന ആത്മാവല്ല. നമ്മൾ നിലനിൽപ്പിൻ്റെ വരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ഒരു കാര്യം നിങ്ങൾ അറിയണം, ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിലനിൽക്കില്ല. സ്വീകരിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് അനേകർക്ക് പകർന്ന് കൊടുത്തേ പറ്റുള്ളൂ. അതല്ലാതെ നിന്നിൽ സൂക്ഷിച്ചു വെച്ചോ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ കർത്താവ് ഇങ്ങനെ പേഴ്സണലൈസ് ചെയ്ത് തന്നിട്ടില്ല. കോമണാണ്, എല്ലാവർക്കും ഒരേ അളവിൽ നൽകപ്പെട്ടതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഒരേ അളവിലാണ് നൽകപ്പെട്ടത്. കാരണം എന്നിലും നിങ്ങളിലുമുള്ളത്
ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണെങ്കിൽ അവൻ്റെ ആത്മാവിൽ അവൻ്റെ പരിശുദ്ധാത്മാഭിഷേകവും കുടികൊള്ളുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ നമ്മൾ കണ്ടെത്തിയ രീതി മാറ്റം വന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ കണ്ടെത്തിയ രീതി മാറ്റം വന്നുപോയി. അതുകൊണ്ട് നമുക്കതിനെ അനുഭവിക്കാൻ പറ്റുന്നില്ല. നമ്മളതിനെതിരെയാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞു, എല്ലാ പാപങ്ങളും എല്ലാ അപരാധങ്ങളും ക്ഷമിക്കപ്പെടും. പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവന് ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ പൊറുതി ലഭിക്കില്ല. ഇതെന്ത് പറഞ്ഞപ്പോഴാണ് ഈശോ പറഞ്ഞത്? താൻ പ്രവർത്തിക്കുന്നത് ബേൽസബൂലിനെ കൊണ്ടാണ് അത്ഭുതം പ്രവർത്തിക്കുന്നതെന്ന് ഫരിസേയരും നിയമജ്ഞരും ക്രിസ്തുവിനെ കുറ്റപ്പെടുത്തിയപ്പോഴാണ് ഈശോ ഇത് പറയുന്നത്. ഈശോ പറഞ്ഞല്ലേ, ആത്മാവിനെതിരെ ചെയ്യുന്ന പാപം ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗം എന്ന് പറയുന്ന ആത്മാവിൻ്റെ അവസ്ഥയിലും ക്ഷമിക്കപ്പെടില്ല. പ്രിയപ്പെട്ടവരെ, ഈ യുഗത്തിൽ ക്ഷമിക്കപ്പെട്ടാൽ ഭാഗ്യവാന്മാരാ. വരാനിരിക്കുന്ന യുഗത്തിൽ ക്ഷമിക്കപ്പെട്ടാൽ നിങ്ങൾ അതിനേക്കാൾ ഭാഗ്യവാന്മാരാ. കാരണം വരാനിരിക്കുന്ന യുഗത്തിലുള്ള നിങ്ങൾക്ക് പൊറുതി തരേണ്ടത് ഈ യുഗത്തിലെ നിങ്ങളുടെ ജീവിതമനുസരിച്ചാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പാപം ചെയ്യാനും തെറ്റ് ചെയ്യാനും പാപത്തിലായിരിക്കാനും നമ്മൾ കാണിക്കുന്നൊരു ആവേശമുണ്ട്. ആരോടൊക്കെയുള്ളൊരു വാശിയിൽ നമ്മൾ ചെയ്യുന്നൊരു ആവേശത്തിൽ പാപത്തെ നമ്മളിങ്ങനെ നിലനിൽക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ പറയുന്നത് എന്താണെന്നറിയോ? വില കൊടുക്കാൻ തുടങ്ങാൻ നിങ്ങൾ റെഡിയായിരിക്കുക. കാരണം വരുന്നുണ്ട്. 2033 സഭയുടെ മഹാജൂബിലിയാണ്. കൃത്യം 2000 വർഷം തികയുന്നതാണ്. നമ്മളൊന്നും ആയിട്ടില്ല ഇതുവരെ. കർത്താവിൻ്റെ സുവിശേഷം ഇനിയും അറിയപ്പെടാത്ത എത്രയോ നാടുകൾ, ദേശങ്ങൾ, വ്യക്തികൾ ഒക്കെയുണ്ട്. എങ്ങും എത്താൻ പറ്റുന്നില്ല. കാരണം എന്താ? നിങ്ങൾ ഞങ്ങളെ ഇവിടെ തളച്ചിട്ടിരിക്കുക. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര പ്രസംഗിച്ചിട്ടും മാനസാന്തരത്തിലേക്ക് വരാത്തത് കൊണ്ട് നിങ്ങളെ തന്നെ നന്നാക്കി ശുശ്രൂഷകർ, ഏറ്റവും കൂടുതൽ ശുശ്രൂഷകരുള്ള കൊച്ചു കേരളത്തിൽ തന്നെ ശുശ്രൂഷകർ ഇങ്ങനെ അവിടെ തന്നെ കിടന്ന് വട്ടം ചുറ്റുക. എത്ര പ്രസംഗിച്ചിട്ടും നന്നാവണില്ല. അപ്പോൾ അതിൻ്റെ കുഴപ്പമെന്താ? പ്രസംഗിക്കുന്ന ശുശ്രൂഷകരിലാണോ? അല്ല പ്രിയപ്പെട്ടവരെ, ബലിയർപ്പിക്കുന്ന പുരോഹിതനിലാണോ? അല്ല. പിന്നെ ആരില്ല കുഴപ്പം? നമ്മളില്ല കുഴപ്പം. നമ്മൾ മാറിയാൽ ക്രിസ്തു മാറും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ക്രിസ്തു മാറില്ല കേട്ടോ. തിളച്ച എന്താ പറയുക, ഇങ്ങനെ ഉഴുതുമറിയുന്ന കടൽ, ആർത്തിരമ്പുന്ന കടൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയവൻ്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. അവിടെ കിടന്ന് നിലവിളിച്ച അവിടെ നിലവിളിക്കലേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ മരിക്കും, നീ എന്താ കിടന്ന് ഉറങ്ങുന്നതെന്ന് ചോദിച്ചപ്പോഴും കർത്താവ് ഉണർന്നില്ല. കാരണം അവൻ ഈ പറയുന്ന 3 പേരെയും കൊണ്ട് കയറിപ്പോയപ്പോൾ, ഗെത്സമേനിയിലേക്ക് പോയപ്പോൾ ഇവരും ഉറങ്ങുമെന്നുള്ളത് അവനറിയാം. ഈശോ കടോര പീഡകളിലൂടെ കടന്നു പോകാനിരിക്കുമ്പോൾ ഉറങ്ങിയ ശിഷ്യന്മാർ, തള്ളിപ്പറഞ്ഞവൻ ഒറ്റിക്കൊടുത്തവൻ, ഉറങ്ങിയവർ 3 പേര്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. അതിൽ 2 ഗ്രൂപ്പിലും പെട്ടത് വിശുദ്ധ പത്രോസാണ്. വിശുദ്ധ പത്രോസ് തള്ളിപ്പറഞ്ഞ ഗ്രൂപ്പിലുണ്ട്, വിശുദ്ധ പത്രോസ് ഉറങ്ങിയ ഗ്രൂപ്പിലുമുണ്ട്. ബാക്കിയുള്ളവരാരും 2 ഗ്രൂപ്പിൽ പെട്ടിട്ടില്ല. പക്ഷേ ആ പത്രോസിനെ കർത്താവ് വിട്ടില്ല. തല കീഴായിട്ട് ക്രൂശിച്ചിട്ട് പ്രഥമ പാപ്പാക്കി ഇരുത്തിയില്ലേ. ഇതാണ് ഉള്ളിൽ ദൈവത്വം ഉണ്ടോ? ഈശോ നിങ്ങളെ തല കീഴായിട്ട് നിർത്തും. ഹല്ലേലൂയ. അതായത് ജീവിതത്തിൽ നിങ്ങൾ തല കുത്തി മറിഞ്ഞിട്ട് കർത്താവിൻ്റെ നാമം പ്രഘോഷിക്കും. തല കുത്തി മറിയാനിട വരുത്തും തമ്പുരാൻ. ഉള്ളിൽ ദൈവത്വം ഉണ്ടെങ്കിൽ അപകടമാണ്. ഉള്ളിൽ ദൈവത്വം ഉണ്ട് നിങ്ങളുടെ, അതാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. ആ ദൈവത്വത്തെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന പാപം നിങ്ങളെ തല കീഴായി മറിക്കും. എടുത്തിട്ടൊട്ടയ്ക്കും കർത്താവ്, എടുത്തിട്ടൊട്ടയ്ക്കും. നിങ്ങൾ വിചാരിക്കാത്ത പീഡകൾ നിങ്ങളെ തേടിയെത്തും. അതാണ് ക്രിസ്തുവിനെ അറിഞ്ഞവൻ ചെയ്യുന്ന പാപത്തിൻ്റെ പ്രത്യേകത. വില കൊടുക്കുന്നത് കൂടുതലായിരിക്കും, വില കൊടുക്കേണ്ടി വരുന്നത് കൂടുതലായിരിക്കും. ഒരിക്കലും നമ്മൾക്കത് താങ്ങാൻ പറ്റാത്ത വില നമ്മൾ പേ ചെയ്യേണ്ടി വരും. പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, വിളിയുള്ളവർ ചെല്ലുമ്പോൾ പരിശുദ്ധ ജപമാല സഹനങ്ങൾ കൂട്ടിക്കൊടുക്കുന്ന ഘടകമാണ്. പരിശുദ്ധ ജപമാല നമുക്ക് ആശ്വാസം തരുന്നതാണ്, മാധ്യസ്ഥം തേടുന്നതാണ്. പക്ഷേ ഈ പരിശുദ്ധ ജപമാല നമ്മളെ സംബന്ധിച്ച് ചില വ്യക്തികൾ, എല്ലാവരുമല്ല, ചില വ്യക്തികൾ ജപമാല ചെല്ലുമ്പോൾ അവരെന്നെ വിളിച്ച് പറയും, ബ്രദറെ, ജപമാല കയ്യിലെടുക്കുമ്പോൾ തുടങ്ങുന്ന സഹനമാണ് അവർക്ക് സ്വർഗ്ഗം ഐശ്വര്യക്ക് വെച്ചിരിക്കുന്നത്. കാരണം ആ സഹനം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ മാക്സിമത്തിലേക്ക് കൊണ്ടുപോയിട്ടേ തിരിച്ചു കൊണ്ടുവന്ന് വെക്കുകയുള്ളൂ. മരിക്കില്ല, ആ ഉറപ്പുണ്ട്. ബാക്കിയുള്ളതെല്ലാം എല്ലാ അവസ്ഥയിലൂടെയും തമ്പുരാൻ കർത്താവ് നമ്മളെ കൊണ്ടുപോകും ചില പ്രാർത്ഥനകൾ. അതുകൊണ്ട് തല കീഴാക്കി നിർത്തും. 2 ഗ്രൂപ്പിൽപ്പെട്ടവനാണ് വിശുദ്ധ പത്രോസിനോട് ക്രിസ്തു പറഞ്ഞതെല്ലാം സഭയോട് പറഞ്ഞതാണ്.
പത്രോസ് ക്രിസ്തുവിനോട് പറഞ്ഞതെല്ലാം സഭയ്ക്കുള്ളതുമാണ്. സഭയ്ക്ക് യേശുവിനോട് പറയാനുള്ളതാണ് പത്രോസ് പറഞ്ഞത്. ഞാനിപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പത്രോസിനോട് ഈശോ സംസാരിച്ചതും ഈശോയോട് പത്രോസ് സംസാരിച്ചതും അത് മാത്രം ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. പിന്നെ പത്രോസിൻ്റെ ലേഖനം ഇത് മൊത്തം എടുത്തു നോക്കിയാൽ സഭയുടെ ഒരു ചരിത്രം കിട്ടും. ക്ലിയറായിട്ട് മനസ്സിലാവും. സഭ എന്താണെന്നുള്ളത് കൃത്യം മനസ്സിലാവും. സഭയോട് ഈശോയ്ക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് മനസ്സിലാകും. സഭ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകും. അതിൻ്റെ ഘടനകൾ, സ്പിരിച്വലിയുള്ള ഘടന മനസ്സിലാകാൻ പത്രോസിൻ്റെ വാക്യങ്ങൾ മാത്രം എടുത്താൽ മതി. ബാക്കിയുള്ള ശിഷ്യന്മാരെയൊക്കെ നിങ്ങൾ വിട്. വിശുദ്ധ പത്രോസിനെ വിടല്ലേ, വേറൊരു ലെവലാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ തലം നമുക്ക് ശരിക്കും ധ്യാനിക്കാനുള്ള, സ്റ്റഡി ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയലാണ് അത്. പത്രോസിൻ്റെ വാക്യങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ ഒത്തിരി ഉള്ളതാണ്. അതിൽ ബിബ്ലിക്കലി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിശുദ്ധ പത്രോസിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സഭയിൽ നിന്നുകൊണ്ട് പത്രോസിനെ പഠിക്കണം. സഭയ്ക്ക് വെളിയിൽ നിന്നുകൊണ്ട് പത്രോസിനെ പഠിക്കരുത്, രക്ഷ കിട്ടില്ല. സഭയിൽ നിന്നുകൊണ്ട് പത്രോസിനെ പഠിച്ചാൽ സഹനവും രക്ഷയും അനുഗ്രഹവും അഭിഷേകവും കിട്ടണമെങ്കിൽ വിശുദ്ധ പത്രോസാണ് ബെസ്റ്റ്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ വിശുദ്ധ പത്രോസാണ് ബെസ്റ്റ്. സഹനങ്ങളിൽ നിങ്ങൾ തലകുത്തി മറിയുന്നുണ്ടെങ്കിൽ വിശുദ്ധ പത്രോസാണ് ബെസ്റ്റ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ പത്രോസിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നവരിൽ നിഴലിൻ്റെ അഭിഷേകമുണ്ട്. നിഴൽ ഒരു വെയിലിൻ്റെ മറയല്ല. നിഴലെന്ന് പറയുന്നത് ഒരഭിഷേകമാണ്. നിഴൽ ഒരു വ്യക്തിയുടെ മറ്റൊരു ഫോമാണ് നിഴൽ. അത് വീണപ്പോൾ സൗഖ്യം കിട്ടാൻ പത്രോസ് കടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുവന്ന് കിടത്തിയ ഒരു ചരിത്രം നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നിഴൽ വന്ന് വീഴുന്നത് കാത്ത് കിടക്കുന്നവരുണ്ടെങ്കിൽ ആ നിഴൽ പതിക്കുന്നിടം, ആ വ്യക്തി നിൽക്കുന്നിടം സഭയുടെ നിഴലിൽ നിൽക്കുന്ന അവസ്ഥകളാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സഭയുടെ നിഴലിൽ കിട്ടുന്ന സൗഖ്യം, രക്തസ്രാവക്കാരുടെ സൗഖ്യവും പത്രോസിൻ്റെ നിഴലിൻ്റെ സൗഖ്യവും രണ്ടും ഒരേ പാറ്റേണാണ്. കാരണം രക്തസ്രാവക്കാരി ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു, സൗഖ്യം പ്രാപിച്ചു. ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പ്, ക്രിസ്തുവിൻ്റെ തിരുക്കച്ച എന്നറിയപ്പെടുന്നത് സഭയാണ്. അപ്പോൾ സഭയിലൂടെ സൗഖ്യം നേടിയവൾ എന്നാണ് രക്തസ്രാവക്കാരിയെ അറിയപ്പെടുന്നത്. ഇതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അന്ന് ക്രിസ്തുവിനെ തൊട്ടവരും ക്രിസ്തു തൊട്ടവരുമാണെങ്കിൽ ഇന്ന് ക്രിസ്തുവിനെ സഭയിലൂടെ തൊടാൻ സഭ നമ്മളെ വിളിക്കുകയാണ്. അതാണ് രക്തസ്രാവക്കാരി നമുക്ക് തരുന്ന പാഠം. വിശുദ്ധ പത്രോസിൻ്റെ നിഴലും നമുക്ക് തരുന്ന പാഠം സെയിമാണ്, അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ സഭയുടെ കൂദാശകൾ പത്രോസിൻ്റെ നിഴലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ മറ്റൊരു തലമാണ് അത് പറയുന്നത്. സഭയുടെ കൂദാശകൾ, സഭ എന്ന് പറയുന്നത് വിശുദ്ധ പത്രോസ് ആണെങ്കിൽ സഭയുടെ പ്രഥമ പാപ്പ എന്ന് പറയുന്നത് വിശുദ്ധ പത്രോസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഡയറക്റ്റ് സീറ്റിലിരുത്തി എന്ന് നമ്മൾ ചിന്തിക്കുന്നു, എന്ന് നമ്മൾ അറിയുന്നു, എന്ന് നമ്മൾ അംഗീകരിക്കുന്നു. വിശ്വാസം നമ്മൾ ഏറ്റു പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നിഴൽ വീണിടത്ത് രോഗികളെ കിടത്തുക. അതായത് അതിൻ്റെ നിഴൽ നമ്മുടെ ഇടവക വരെ എത്തി നിൽക്കുന്നു. ഇടവകയിലെ പ്രയർ ഗ്രൂപ്പ് വരെ പത്രോസിൻ്റെ നിഴൽ എത്തി നിൽക്കുക. ഇതാണ് പത്രോസിൻ്റെ നിഴൽ. ഈ പത്രോസിൻ്റെ നിഴൽ സഭയുടെ ഓരോ തലങ്ങൾ പത്രോസിൻ്റെ നിഴലാണ്. അവിടെ നിന്ന് സൗഖ്യം പ്രാപിക്കാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ ലക്കിയ അവിടെ കിടത്തിയാൽ മതി, നിങ്ങൾ വത്തിക്കാനിലേക്ക് പോകണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാണ് ദൈവം നമുക്ക് തരുന്ന സ്റ്റഡി, ഒരു പഠനത്തിനുള്ള വകുപ്പ് അതിനകത്തുണ്ട്. ബാക്കി നിങ്ങൾ എടുത്തു വെച്ച് ധ്യാനിക്കുക. എല്ലാം കേട്ടുകൊണ്ടിരിക്കരുതേ. നിങ്ങൾ എടുത്തു വെച്ച് ബൈബിൾ മടിയിലെടുത്ത് വെച്ച് നിങ്ങൾ ധ്യാനിക്കുമ്പോൾ പൊരുൾ മനസ്സിലാക്കി പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ മടിയിലിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ വചനമാകുന്ന ബൈബിള് നിങ്ങൾ മടിയിൽ എടുത്തു വെച്ചാൽ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മടിയിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ മടിയിൽ ബൈബിളും പഠിപ്പിച്ച് തരും പരിശുദ്ധ അമ്മ. അമ്മയുടെ വാക്ക് പരിശുദ്ധാത്മാവായതുകൊണ്ട് പൊരുൾ കിട്ടും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പഠിക്കുമെന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, വാതിലാണ്. സ്വർഗത്തിൽ നിന്ന് ക്രിസ്തുവിന് ഈ ലോകത്തിലേക്ക് വരാനുള്ള വാതിലാണ് പരിശുദ്ധ മറിയം. ഈ വാതിലിലൂടെ നമ്മൾ തിരിച്ചു പോകാനായിട്ട് എന്നും ഓപ്പണാണ് ആ ഡോറ്, ഒരിക്കലും അടച്ചിടില്ല. കാരണം ദൈവം ശിക്ഷയ്ക്ക് വിധിച്ചാലും അമ്മയുണ്ടെങ്കിൽ നമുക്ക് നട്ടെല്ല് നിവർന്ന് നെഞ്ച് വിരിച്ച് നിൽക്കാം. കാരണം അമ്മ നമ്മളെ കാത്ത് പരിപാലിക്കുന്ന, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്ന അഡ്വക്കേറ്റാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ മറിയത്തെ സഭ വിളിക്കുന്നത് അഡ്വക്കേറ്റ്, അഭിഭാഷക എന്നാണ്. എങ്ങനെയാണ് അമ്മ അഭിഭാഷകയാകുന്നത്? അഭിഭാഷകർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഞാൻ വലിയൊരു കൊലപാതകം ചെയ്തു, എനിക്ക് നീതി കിട്ടില്ല, എന്നാലും നീതി കിട്ടാൻ ഏറ്റവും നല്ലൊരു വക്കീലിനെ കണ്ട് ഞാൻ അയാൾക്ക് ഫീസ് കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ ഇല്ലാത്ത നിരപരാധിത്വം തെളിയിക്കണം. അദ്ദേഹം വാദിച്ച് എനിക്ക് നിരപരാധിയാക്കി എന്നെ മാറ്റി കോടതിയുടെ മുമ്പിൽ എന്നെ പ്രസൻറ്റ് ചെയ്തു. കോടതി എന്നെ നിരപരാധി എന്ന് വിളിച്ചു. എൻ്റെ മഹിമയല്ല, അഡ്വക്കേറ്റാണ് എനിക്ക് വേണ്ടി വാദിച്ചതും.
അപ്പോൾ അമ്മ എന്ന് പറയുന്ന റോള് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയേറെ പാപം ചെയ്ത, ഇത്രയേറെ കൽപ്പനകൾ ലംഘിച്ച എനിക്ക് വേണ്ടി വാദിക്കുന്ന ദൈവത്തിൻ്റെ കോടതിയിലുള്ള അഭിഭാഷകയാണ് പരിശുദ്ധ കന്യക മറിയം. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരിക്കലും ഒരു ശക്തിക്കും നമ്മെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഹല്ലേലൂയ. ഒരു ശക്തിക്കും നമ്മെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഒരു ശക്തിക്കും നമ്മളെ വേട്ടയാടാൻ പറ്റില്ല. അതാണ് പരിശുദ്ധ മറിയം. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളെ ഒരിക്കലും ഭാരപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ എത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഭാരപ്പെടണ്ട കേട്ടോ. കാരണം അമ്മ എന്ന് പറയുന്ന അഭിഭാഷക നമ്മൾക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഞാനൊന്നും ഇവിടെ നിൽക്കില്ല പ്രിയപ്പെട്ടവരെ. എൻ്റെയൊക്കെ പ്രവൃത്തി കൊണ്ട് ഇവിടെ ഒന്നുമല്ല ഞാൻ നിൽക്കേണ്ടത്. എന്നെയൊക്കെ തല്ലിക്കൊന്ന് കുഴിച്ചു വിടുന്ന കാലഘട്ടം കഴിഞ്ഞിട്ടും ഈ പ്രസംഗിക്കുന്നതൊന്നും ഞാനല്ല. എന്നിലൂടെ പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വീകരിക്കാൻ എന്നെ ഒരുക്കിയത് മറ്റാരുമല്ല, എൻ്റെ അമ്മയായ പരിശുദ്ധ മറിയമാണ്. അതുകൊണ്ട് ഇന്നും എനിക്ക് പറയാൻ പറ്റും, അമ്മയിലൂടെ തന്നെ നിങ്ങൾ ഈശോയെ നേടണം. മറ്റൊരു വഴി തേടി പോകരുത്. ഇത് അല്ലാതെ മറ്റ് പലയിടത്തും പല അഭിഷേകങ്ങളും പല സത്യങ്ങളും നിങ്ങൾ കേൾക്കും. അവിടെ ക്രിസ്തു ഉണ്ട് എന്ന് പറയുന്ന പല സത്യങ്ങളും നിങ്ങൾ കേൾക്കും. പക്ഷേ നിങ്ങൾ അതിന് പുറകെ പോകരുത്. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. ഹല്ലേലൂയ. കാരണം സഭ പഠിപ്പിക്കുന്നു, സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല. സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല. സഭയെ കൂടാതെ സഭാമക്കൾക്ക് രക്ഷയില്ല. അപ്പം അതുകൊണ്ട് സഭ എന്ന് പറയുന്ന സത്യത്തെ തിരിച്ചറിയണമെങ്കിൽ അമ്മ പറഞ്ഞു തരുന്ന ലെസൺസാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. നമ്മളത് പഠിച്ച് ധ്യാനിച്ച് അതൊരു എന്താ പറയുക, നമ്മളത് എഴുതി വിജയിക്കണം. ഒരു പരീക്ഷയാണ് പ്രിയപ്പെട്ട. ഒരു ജീവിതം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ദൈവം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ചതുരംഗക്കളിയാണ്. എല്ലാ പിശാസുക്കളും അതിനകത്തുണ്ട്. ആ ചതുരംഗക്കളിയിൽ ആനാ തേരെന്നൊക്കെ പറയുന്ന ഒട്ടും പിശാസുക്കളാണ്. അതെല്ലാം ഉണ്ട് ആ ചതുരംഗത്തിൽ. ഇതിൻ്റെ അകത്ത് രാജാവെന്ന് പറയുന്ന ഞാൻ, നിങ്ങൾ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതിനകത്ത് ബാക്കിയുള്ള എല്ലാ പിശാസുക്കളും ഉണ്ട്. ഇത്രയും പിശാസുക്കളും കാലാൾപ്പെടെ എല്ലാ പിശാസുക്കളുടെ നടുവിൽ എന്നോടുകൂടെ നിൽക്കുന്നതും പിശാസുക്കൾ തന്നെയാണ് അതിനകത്ത്. നമ്മൾ വിചാരിക്കും ഇത്രയും പേര് എനിക്ക് ചുറ്റും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാൻ ഓക്കെയാണ്. അല്ല, എന്നോട് കൂടെ നിൽക്കുന്നതും എനിക്കെതിരെ തിരിയാൻ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതാണ്. ചതുരംഗക്കളിയുടെ പ്രത്യേകത അതാ. എന്നിലുള്ളതിനെ വെച്ചിട്ടാണ് അവരെനിക്ക് കെണി തീർക്കുന്നത്. എന്നിലുള്ളത് തന്നെ എനിക്ക് പലപ്പോഴും ചലിക്കാൻ തടസ്സം സൃഷ്ടിക്കലാണ് ചതുരംഗക്കളിയിൽ എതിർവശത്തുള്ളവരുടെ വിജയം എന്ന് പറയുന്നത്. എന്നിലുള്ള കാലാളും എൻ്റെ ആനയും കുതിരയും തേരും എല്ലാം എനിക്കെതിരാക്കുക, അതാണ് എതിർവശത്തുള്ളവൻ്റെ ലക്ഷ്യം. ഇത് നോക്കുമ്പോൾ ഇതെന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഞാൻ രാജാവിനെ നടുക്ക് നിൽക്കുന്നതായിട്ട് തോന്നിയാലും അവൻ്റെ ഒരു നീക്കം മതി ഇത് വെച്ച് എന്നെ ബ്ലോക്ക് ചെയ്യാൻ. ഹല്ലേലൂയ. അതായത് എൻ്റെ പ്രാർത്ഥനയെന്ന് പറയുന്ന കുരിശുവാനയെല്ലാം എനിക്ക് ചുറ്റുമുണ്ടെങ്കിലും, കുതിരയും ആനയും എല്ലാം എനിക്ക് ചുറ്റുമുണ്ടെങ്കിലും അവരുടെ മധ്യത്തിൽ എന്നെ തോൽപ്പിക്കാൻ എതിരാളിയാകുന്ന സാത്താൻ മിടുക്കനാ. അതുകൊണ്ട് നിൻ്റെ പ്രാർത്ഥന നീ വഴി മാറ്റി ചെലവഴിക്കരുത്. നിൻ്റെ പ്രാർത്ഥനകളെ നിൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. വഴി മാറ്റരുത്. ഒരു കണ്ണുനീരും കണ്ട് നിങ്ങളതിൽ മനസ്സലിയരുത്. ആരെങ്കിലുമൊക്കെ കരയുന്നത് കണ്ട് മനസ്സലിയല്ലേ. നിൻ്റെ പാപങ്ങളെ ഓർത്ത് മാത്രമേ നീ കരയാവൂ. മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സലിയരുത്. മനസ്സലിയേണ്ടത് ദൈവത്തിൻ്റെ മുന്നിലാണ്. മറ്റുള്ളവരെ കണ്ണുനീരിലൂടെ നിന്നെ പറ്റിക്കുന്നതാണെങ്കിൽ നിനക്കത് തിരിച്ചറിയാൻ പറ്റില്ല. മനസ്സലിയേണ്ടത് ക്രിസ്തു യേശുവിലാണ്. കാരണം കുരിശിൽ നോക്കിയാൽ മനസ്സലിയണം. എനിക്ക് വേണ്ടി സഹിച്ചവനെ ഓർത്താൽ എൻ്റെ മനസ്സ് അലിയണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. എനിക്ക് വേണ്ടി സഹിച്ചവൻ, എനിക്ക് വേണ്ടി പീഡകളേറ്റവൻ, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, എനിക്ക് വേണ്ടി യാഗമായവൻ, ഏക സത്യദൈവം, ഏക പരമാധികാരിയായ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്.